വേറാക്കിയാലുലകമില്ല വിചിത്രമത്രേ. വേറാകുമീ അവയവങ്ങളുമേവമങ്ങോട്ട് ആരായികിലിൽ അഖിലവും നിജബോധമാത്രം. ഓരോന്നതായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ. വേറാകുമീ അവയവങ്ങളുമേവമങ്ങോട്ട് ആരായികിലിൽ അഖിലവും നിജബോധമാത്രം. അവയവം ഓരോന്നതായി മുഴുവൻ പിരിച്ചു നോക്കിയാൽ ഉലകം ഇല്ല. അതാണ് ഈ ലോകത്തിൻ്റെ വൈചിത്ര്യം. വേറാകും ഈ അവയവങ്ങളും ഓരോന്നെടുത്ത് ആരാഞ്ഞാൽ, അന്വേഷിച്ചാൽ ഇല്ല, അതുമില്ല. അഖിലവും നിജബോധ മാത്രം. ചിദ്രൂപം മാത്രമാണ്, സദ്രൂപം മാത്രമാണ്, ആനന്ദരൂപം മാത്രമാണ്. ഇത് മൂന്നും ഏകത്ര ഒന്നിച്ച് ഒന്നേ ഉള്ളൂ. അവസാനം ഈ ലോകത്തെ എടുത്തു നോക്കിയാൽ അതിൽ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം, നമ്മൾ അപഗ്രഥിച്ച് ഒരു തലത്തെത്തി നിൽക്കുക. അതുകൊണ്ട് അതിൻ്റെ ആദി രൂപം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല യുക്തികൾ കൊണ്ട്. യുക്തിക്ക് അപഗ്രഥിച്ച് പോകാൻ കഴിയും, അപഗ്രഥിച്ചെത്തിയതിൽ നിന്ന് തിരിച്ചു പോകാൻ കഴിയില്ല. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. ശാസ്ത്രം ആധുനികമായി പോയത് അപഗ്രഥനാത്മക സത്യത്തിലൂടെയാണ് പോകുന്നത്. അനലറ്റിക്കൽ റീസണിങ് എന്നാണ് അതിന് പറയുക. എവിടം വരെ ജീവൻ അപഗ്രഥിച്ചെത്തിയോ അവിടെ നിന്ന് ആദിരൂപം അറിവാണ് എന്ന് വിചാരിച്ച് തേടുകയാണ് ഋഷിമാർ ചെയ്തത്. ഇതിന് കാരണം രണ്ട് ധാരണയാണ്. തൻ്റെ പൂർവരൂപത്തെക്കുറിച്ചുള്ള ആധുനികന്റെ ചിന്ത അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനമുണ്ടായി എന്നാണ്. അങ്ങനെ പഠിപ്പിക്കാനാണ് നിങ്ങൾ രാവിലെ പിള്ളേരെ ഈ കോട്ടും സൂട്ടും ഒക്കെ അണിയിച്ചു വിടുന്നത്. നിന്റെ അച്ഛൻ മണ്ടനും നിന്റെ അപ്പൂപ്പൻ മരമണ്ടനുമാണെന്ന് പഠിപ്പിക്കാൻ, മണ്ടനിൽ നിന്ന് അറിവുള്ളവനുണ്ടാകുമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ, അതിൻ്റെ അഹങ്കാരം ഉണ്ടാക്കാൻ. ഭാരതം അങ്ങനെയല്ല പഠിപ്പിച്ചു. ആദിയിൽ അറിവ് മാത്രമേ ഉണ്ടായിരുന്നു, അത് ഏകമായിരുന്നു. അത് പലതാകാൻ ആഗ്രഹിച്ചു, അപഗ്രഥനാത്മകമായി പലതായി തീർന്നു. എവിടം വരെയായി അവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുക.
ഭാരതത്തിൻ്റെ എല്ലാ ശാസ്ത്രശാഖകളും ഇങ്ങനെയാണ്. അതിൻ്റെ നിഷേധങ്ങളുടെയും അജ്ഞാന സ്വീകരണത്തിൻ്റെയും കാലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വാമിമാർക്ക് പോലും അതിനെ ഈ കുറ്റിയിൽ കൊണ്ടുവന്ന് കെട്ടണമെന്ന് തോന്നി സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രമാണം മുഴുവൻ ആധുനികവും പ്രമേയം മുഴുവൻ വേദങ്ങളും ഇതിഹാസങ്ങളും. അതാണ് ഇപ്പോഴത്തെ പ്രഭാഷണങ്ങളെല്ലാം. പ്രമേയങ്ങളെ അറിയുമെങ്കിൽ പ്രമേയം പ്രമാണം കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. വൈദികർക്ക് വൈദികിയാണ് പ്രമാണം, പ്രമേയമാണ് പ്രപഞ്ചം. ഈശ്വരൻ പ്രമേയമല്ല, പ്രമാണമാണ്. ഈശ്വരനെയും വേദങ്ങളെയും പ്രമേയമാക്കി ആധുനിക വിജ്ഞാനത്തെ പ്രമാണരൂപേണ കണ്ട് ആധുനികരെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിലാണ് ആധുനിക ഇന്ത്യൻ ആത്മീയാചാര്യന്മാർ. ഗുരുദേവൻ ആ വഴിയല്ല അന്വേഷിച്ചത്. അദ്ദേഹത്തിന് പ്രമാണപ്രമേയങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടായിരുന്നു. ഇത് പറ്റുകയില്ല എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യമാകുന്ന ഭാഷയിൽ എങ്ങനെ പറയാമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. പറയുന്നതിനിടയിലും ഗണിതയുക്തിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് പഠിക്കാൻ. ആം ഐ റൈറ്റ്? അതിൽ പ്രിമിറ്റീവിൽ നിന്ന് ഡെറിവേറ്റീവിലേക്ക് നിങ്ങൾക്ക് പോകാം വളരെ എളുപ്പത്തിൽ. ഡെറിവേറ്റീവിൽ നിന്ന് പ്രിമിറ്റീവിലേക്ക് പോയാൽ ഒരു കോൺസ്റ്റന്റ് വേരിയബിളായി തീർന്ന് നിങ്ങളെ വലയ്ക്കും. ഗണിതശാസ്ത്രം അറിയാവുന്നവരോട് ചോദിച്ചു നോക്കാം. y = fx എന്ന ബന്ധത്തെ, റിലേഷനെ, അതിൻ്റെ ഡെറിവേറ്റീവ് തേടി നിങ്ങൾ പോയി y', y2', y3' ഇവയിലൂടെ കടന്ന് 6ാമത്തെയോ 7ാമത്തെയോ ഡെറിവേറ്റീവിൽ എത്തിയിട്ട് തിരിച്ച് പുറകോട്ട് പോകുമ്പോഴെല്ലാം ഒരു സി നിങ്ങൾക്ക് അജ്ഞാതമായി തുടരും. ആദ്യത്തതിലെ കോൺസ്റ്റന്റ് എന്ന ഭാഗത്ത് വരുന്നതെല്ലാം പ്രിമിറ്റീവിലേക്ക് കടക്കുമ്പോൾ വേരിയബിളായി മാറും. ആം ഐ റൈറ്റ്? മാത്തമാറ്റിക്സ് അറിയാവുന്നവർ, അല്ലാത്തവർ വെറുതെ കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം പറഞ്ഞത്. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല. പഠിച്ചവർക്കും എല്ലാവർക്കും മനസ്സിലാകില്ല, കാരണം പരീക്ഷയ്ക്ക് പഠിച്ചവർക്ക് മനസ്സിലാവില്ല. പരീക്ഷ കഴിഞ്ഞോണേ അവർ മറന്നുപോയിട്ടുണ്ടാവും. നിത്യപ്രയോഗത്തിലിരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കോൺസ്റ്റന്റ് വേരിയബിളായി മാറുന്നത് എങ്ങനെയാണ്. ആം ഐ റൈറ്റ്? ഇതാണ്. ആരെങ്കിലും ഇല്ലേ? കെമിസ്ട്രിക്കാരും എഞ്ചിനീയർമാരും മാത്തമാറ്റിക്സുകാരും ഒക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഇടയിൽ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം. y = x² + 2x + 3. y' = 2x + 2. Am I right? 3 0 ആയി പോയി. y2' = 2. y3' = 0. ഇനി ഇതിൽ നിന്ന് പ്രിമിറ്റീവ് കണ്ടുപിടിക്കാൻ ഇത് ചെയ്തവൻ തന്നെ വരണം. അവിടെയാണ് ബോധത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. തിരിച്ചെത്തണമെങ്കിൽ ബോധസത്തയുടെ തലം മായാതെ ഉള്ള പാരമ്പര്യം ഉണ്ടാവണം. അച്ഛൻ മകനെന്ന കണക്കിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം
ഇന്നതായിരുന്നു ആ പഴയ ഇക്വേഷൻ, അതാണ് ഈ സീറോയിൽ എത്തിച്ച് തന്നത്. അതുകൊണ്ട് നീ കണ്ണടച്ച് ഇതിൻ്റെ വാല്യൂ ഒക്കെ ഞാൻ പറഞ്ഞു തരാൻ വിട്ടു, അവിടെ വിശ്വസിക്കുക അല്ലാതെ മനസ്സിലായില്ല, വഴിയില്ല. കാരണം അനേകം ഇക്വേഷൻസ് ഈ സീറോയിലെത്തും. അതല്ല, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് കാൽക്കുലസ്. ഇല്ലില്ല, ഇത് കാൽക്കുലസ്. പഠിക്കാൻ പോയപ്പോൾ അത് ആ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവില്ല. അതാ പറഞ്ഞു, നാട്ടിൽ കശുവണ്ടി ഉണ്ടായിരുന്നില്ലേ, അണ്ടി കൊത്താൻ പോയി കാണും. ഇത് ശരിയല്ല. പഠിക്കാൻ പോകുമ്പോൾ പഠിക്കാൻ പോണേ, അന്നേരം അണ്ടി കൊത്തരുത്. ഈ എറണാകുളവും പന്തളവും ഒക്കെ ഈ കശുമാവ് ധാരാളമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവരൊക്കെ ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് ക്ലാസ്സിൽ കയറേണ്ട നേരത്തിൽ ചിലപ്പോൾ ഇങ്ങനെ, മാത്രമല്ല ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്ന സാധനമല്ല. നീ എങ്ങാനും ക്ലാസ്സിൽ കയറിയാൽ കണക്കധ്യാപകൻ്റെ കസേരയ്ക്ക് താഴെ പടക്കം വെക്കുന്നതാണ്. കാരണം ഏറ്റവും വിരോധമുള്ള സാധനം അതാണ്. ബാക്കിയൊക്കെ പിന്നെയും സഹിക്കാം. Am I right? ശരിയാണോ വിജയ? വിജയം പഴയ കാലമൊക്കെ ഓർക്കുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഓരോന്നായി എടുത്ത് അപഗ്രഥിച്ച് എന്നാൽ ഞാൻ മുമ്പേ കാണിച്ച പോലെ ഒട്ടും ബാക്കിയില്ലാതെ ഒരു ബിന്ദുവിലെത്തും. അത് അപഗ്രഥനത്തിലൂടെ എത്തുന്നത് ശൂന്യത്തിലായിരിക്കും. അതിൻ്റെ സമഗ്രമായതിനെ അന്വേഷിച്ചു പോയാൽ എത്തുന്നത് ഒന്നിലായിരിക്കും, ഏകത്തിലായിരിക്കും. പ്രപഞ്ചം ആന്തോളനം ചെയ്യുന്നത് ഈ ഒന്നിനും പൂജ്യത്തിനും ഇടയിലാണ്. അപഗ്രഥനാത്മകമായ എല്ലാ അറിവും നിങ്ങളെ ശൂന്യത്തിലെത്തിക്കും. സമഗ്രമായി ചെല്ലുന്ന എല്ലാ അറിവും നിങ്ങളെ ഒന്നിൽ കൊണ്ടെത്തിക്കും. അവയവങ്ങൾ അഴിച്ച് ഓരോന്നോരോന്നായി അപഗ്രഥിച്ചാൽ, അങ്ങനെയാണ് നിങ്ങളുടെ വൈദ്യശാസ്ത്രവും നിങ്ങളുടെ ഗണിതശാസ്ത്രവും നിങ്ങളുടെ ഊർജതന്ത്രവും എല്ലാം പോകുന്നത് അങ്ങനെയാണ്. ഭാരതീയ ഋഷിമാർ ചരകനും സുശ്രുതനും ഒന്നും പോയത് അങ്ങനെയല്ല. അവര് ആ ഏകത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന, ബോധവുമായി ഏറ്റവും അടുത്തിരിക്കുന്നത് ഏത്? അതാണ് അന്വേഷിച്ചത്. അത് അന്വേഷിച്ചപ്പോൾ അവർക്ക് ദർശനം ഉണ്ടാവും. അതവർ പൂർവികരിൽ നിന്ന് പഠിക്കും. അതിനെല്ലാം പരമ്പരയുണ്ട്. എല്ലാ ഭാരതീയ വിജ്ഞാനത്തിനും പാരമ്പര്യമുണ്ട് പറഞ്ഞു കൊടുത്തതിന്. ഗുരു പരമ്പരയുടെ ഒരു മുറിയാത്ത കണ്ണികളുള്ള ഒരു പാരമ്പര്യം അവർ പറയും. ചരകനും മറ്റും ആത്രേയനിൽ നിന്ന് പഠിച്ചു. ആത്രേയൻ ഭരദ്വാജനിൽ നിന്ന് പഠിച്ചു. ഭരദ്വാജൻ ഇന്ദ്രനിൽ നിന്ന് പഠിച്ചു. ഇന്ദ്രൻ അശ്വനീകുമാരന്മാരിൽ നിന്ന് പഠിച്ചു. അശ്വനീകുമാരന്മാർ പ്രജാപതിയിൽ നിന്ന് പഠിച്ചു. പ്രജാപതി പിതാമഹനിൽ നിന്ന് പഠിച്ചു. ഇങ്ങനൊരു പാരമ്പര്യം ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ അന്തസത്ത വിടാതെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. എവിടെയെങ്കിലും വെച്ച് മുറിഞ്ഞാൽ, അറിവ് ശരിയല്ലെങ്കിൽ തപസ് ചെയ്യാൻ തോന്നും. തപസ് ചെയ്യുമ്പോൾ ആദിരൂപമായ പ്രജാപതി ഉള്ളിൽ ഉദിച്ച് ബോധ്യപ്പെടുത്തും. അങ്ങനെ തപസ്സിലൂടെ അതറിഞ്ഞ് ആ പരിപ്രേക്ഷ്യം കൃത്യമായി കൊണ്ടുപോകും. അതിനെയാണ് ഭാരതീയ വിജ്ഞാനം എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ അറിയാം ഇത് കണ്ണി മുറിഞ്ഞു, ഇത് പഠിച്ചാൽ അസ്വസ്ഥമാവും, ശാന്തി തരില്ല.
അവരൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആദിയായ ശരീര, ഇന്ദ്രിയ, സത്വ, ആത്മാ അത് യോജിച്ചാണ് നിൽക്കുന്നത്. അതാണ് കാണുന്ന വ്യക്തിയും ദ്രവ്യവുമെല്ലാം. അങ്ങനെയാണ് ചരകനും മറ്റും കണ്ടത്. അതിനെ അദ്ദേഹം ജീവൻ, ആയുസ്, പ്രത്യേകം, അനുബന്ധം എന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെ അനുഭവത്തിൽ വരാം? അതിലെ സത്വം, രജസ്, തമസ് ഇവയുടെ ആന്തോളനത്തിൽ മനസ്സ് ഭിന്നപ്രകൃതികളായും ഇതിലെ വാതവിത്ത കഫങ്ങളുടെ ആന്തോളനത്തിൽ പൃഥ്വി തേജോ വായുവാകാശങ്ങളുടെ അനുപാത വ്യതിയാനത്തിൽ ശരീരവും അതിൽ വരുന്ന അറിവുകളെല്ലാം ഈ അനുപാത വ്യതിയാനം കൊണ്ടായതുകൊണ്ട് അവയെ അടുത്തറിയാവുന്നത് മധുരം, ഉപ്പ്, പുളി, ചവർപ്പ്, കയ്പ്, എരിവ് അവയിലൂടെയാണ് അത് പ്രകടമാകുന്നത്. ഇത് അഴിച്ചഴിച്ച് ചെല്ലുമ്പോൾ ആദ്യ രൂപത്തിലെത്തും. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ അഴിക്കുമ്പോൾ പൃഥ്വി തേജോ വായുവാകാശങ്ങളിലെത്തും. ആ പൃഥ്വി ജലത്തിൽ ലയിക്കും. ആ ജലം അതിൻ്റെ ശുംഖമായ വായുവിൽ ലയിക്കും. കാരണമായ നിങ്ങൾക്കൊരു സംശയം വരും, ഈ സ്വാമിക്ക് കാരണം എന്ന് പറഞ്ഞാൽ പോരെ, നമുക്ക് മനസ്സിലാകുകയില്ലാത്ത ശുംഖം എന്ന് എന്തിനാ പറഞ്ഞത്? അതൊന്ന് നിങ്ങൾ പഠിച്ചോട്ടെന്ന് വെച്ച് തന്നെയാണ്. അങ്ങനെയാണ് മുമ്പ് ആ പഠനമില്ലാത്ത നിങ്ങൾക്ക് ഈ വാക്കുകൾ കേട്ടിട്ട് മനസ്സിലാകാതെ പോയി തപ്പിപ്പിടിച്ച് കണ്ടുപഠിച്ച് വരാൻ ജിജ്ഞാസയുള്ളവൻ പഠിക്കാൻ വേണ്ടി തരുന്നത്. അങ്ങനെയാണ് ഭാഷയും അതിൻ്റെ കൂടെ വളരുന്നത്. കാരണം നിങ്ങൾ ഈ കുറച്ച് പേര് ഇറങ്ങുമ്പോൾ ചോദിക്കും, അത് ചോദ്യം ഒഴിവാക്കാനാണ് പറഞ്ഞത്. സ്വാമിക്ക് അങ്ങ് കാരണം എന്ന് പറഞ്ഞാൽ പോരെ, അതിനാദ്യം ശുംഖം എന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണോ? അതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ ശുംഖം. സോ പൃഥ്വി അതതിൻ്റെ കാരണമായ ശുംഖമായ ജലത്തിൽ, ജലം അതിൻ്റെ കാരണമായ വായുവിൽ, വായു അതിൻ്റെ കാരണമായ അഗ്നിയിൽ, അഗ്നി അതിൻ്റെ കാരണമായ ആകാശത്തിൽ, ആ വായുവിൽ, വായു അതിൻ്റെ കാരണമായ ആകാശത്തിൽ ലയിക്കും. അപ്പോൾ പൃഥ്വി അത് ജലത്തിൽ, ജലം അഗ്നിയിൽ, അഗ്നി വായുവിൽ, ഇടയ്ക്കൊന്ന് തെറ്റിയും തോന്നുന്നു, വായുവിൽ, വായു ആകാശത്തിൽ ലയിക്കും. അങ്ങനെ ലയിച്ച് പോകുന്ന കൂടെ മനസ്സും ഇതേ ക്രമത്തിൽ ലയിച്ചു വരും. ഇന്ദ്രിയങ്ങളും ഇതേ ക്രമത്തിൽ ലയിച്ചു വരും. ആ ലയം അഹങ്കാര തത്വത്തിൽ ലയിക്കും. രാജസ, സാത്വിക, താമസാദി അഹങ്കാരങ്ങളെല്ലാം മൗലികമായ മഹാഹങ്കാരത്തിൽ ലയിക്കും. ആ അഹങ്കാരം ഏതിൽ നിന്നു വ്യാകൃതമായോ ആ മഹത്തത്വത്തിൽ ലയിക്കും. ആ മഹത്തത്വത്തിൻ്റെ പുരുഷപ്രകടീഭാവമാണ് ഇന്ന് തുടങ്ങുന്ന അനന്ത ചതുർദശി വ്രതം. അതിലിത് തിരിച്ചറിയാനാണ്. അത് തിരിച്ചറിയുന്നത് എങ്ങനെയാ? രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അച്ഛൻ്റെ അമ്മയുടെയും പാദപൂജ ചെയ്യണം. ശിരോപൂജ ചെയ്യാനാവില്ല. ശിരസാണ് പാദം. മനസ്സിലായില്ല? ഭൂമിയിൽ ആദ്യം വന്ന് കുത്തിയത് ശിരസാണ്. കാലാണ് കുത്തിയതെങ്കിൽ അവൻ പോക്കാണ്.
മനസ്സിലായില്ല. കാരണം ഭൂമിയിൽ നിന്ന് ശ്വസിക്കാൻ അവന് പറ്റുകയില്ല. അപ്പോൾ അവൻ്റെ ബോധത്തിന് മറവുണ്ടാവും. അതുകൊണ്ട് തലയും കുത്തിയാണ് ഇപ്പം നിൽക്കുന്നത് ആ തലയും കുത്തി നിൽപ്പ്. മനസ്സിലായില്ല. ഊർധ്വമൂലം അധശാഖം. അങ്ങനെ ഭൂമിയിലേക്ക് വന്ന ആ ശിരസിനെ പൂജിക്കാനാവില്ല. തൻ്റെ ശിരസിനെയും പിതൃപിതാമഹന്മാരുടെ പാദത്തെയും പൂജിക്കാം. പാദയോ വിഷ്ണു, സർവവ്യാപകമായ വിഷ്ണുവിനെ പൂജിക്കാം. അച്ഛൻ്റെ പാദത്തിൽ, അമ്മയുടെ പാദത്തിൽ. അനന്ത ചതുർദശി വ്രതം തുടങ്ങുന്നത് അങ്ങനെയാണ്. കുറഞ്ഞ പക്ഷം ഒരു 10-15 ദിവസത്തേക്ക്, ഒരു പക്കം കാലത്തേക്ക്, ഒരു ചന്ദ്രായനത്തിൻ്റെ ഒരു പക്കത്തിലേക്ക് തന്തയും തള്ളയും ചീത്ത വിളിക്കാതിരിക്കാം. ബഹുമാന പുരസ്സര തലയോടെ ചേർത്ത് വെക്കുക. അതാണ് അനന്ത ചതുർദശി വ്രതം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ഏതിൽ നിന്ന് ഉൽപ്പന്നമായോ ശുങ്കമായ പിതാവിൻ്റെ മാതാവിൻ്റെ ആ ബീജത്തിൽ നിന്നാണ് ഉണ്ടായത്. അച്ഛന് ഇതുവരെയുള്ള അറിവ് മുഴുവൻ ബീജരൂപേണ എന്നിലിരിപ്പുണ്ട്. അതൊന്നും ഇനി ഞാൻ പഠിക്കണ്ട. ആ അനുഗ്രഹം കിട്ടിയാൽ അത് പ്രകടമാവും. അച്ഛൻ കണ്ടതൊക്കെ കാണാതെ എനിക്ക് അനുഭവമാണ്. അച്ഛൻ കേട്ടതൊക്കെ കേൾക്കാതെ എനിക്ക് അനുഭവമാണ്. ആ വിദ്യ ഒരു അധ്യാപകനും പഠിപ്പിക്കണ്ട. കാലികമായത് മാത്രം പഠിപ്പിച്ചാൽ മതി. അതിനാ പോയി നമസ്കരിച്ച് കിടക്കുന്നു. അച്ഛനൊന്നും ഒന്നിനും കൊള്ളുകയില്ല. എനിക്കറിവുണ്ട്, ഞാൻ എല്ലാ അറിവും തികഞ്ഞവനാണ്, അച്ഛനൊന്നും വിവരമില്ല എന്ന് വിചാരിക്കുന്നവൻ ലോകത്തോട് അങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് അപരാധത്തെ കൽപ്പിക്കുന്നവനാണ്. എങ്ങനെയെന്ന് വീട്ടിൽ പോയി ആലോചിച്ചാൽ മതി. ഇപ്പം ആലോചിച്ചാൽ ചിലപ്പോൾ എൻ്റെ പല്ല് പോവും. അതുകൊണ്ട് പിതാവുണ്ട്, പിതാവ് സത്യമാണ്, ഭൂമിയിൽ ജാതമായതുകൊണ്ട്. മാതാവുണ്ട്, മാതാവ് സത്യമാണ്. അതുകൊണ്ടാണ് മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ എന്നൊക്കെ പഠിച്ചതും അതുകൊണ്ടാണ്. ആ അനന്ത ചതുർദശി വ്രതത്തിലെ ആദ്യത്തെ 15 പിതൃപൂജനമാണ്. പിന്നത്തെ 15 ഇന്ദ്രിയങ്ങളുടെ ദേവതകൾ സജീവമാകണം, മനസ്സിൻ്റെ ദേവത സജീവമാകണം, വിഷയദേവതകൾ സജീവമാകണം. അതുകൊണ്ട് ദേവപൂജനമാണ്. അവയൊക്കെ വേണ്ട സമയത്ത് വേണ്ട വിധം വേണ്ടതുപോലെ എനിക്കറിവായി നിൽക്കണം. പഠിച്ചാൽ നിൽക്കില്ല. അതിൻ്റെ സമയവും കൂടിയായത്. അപ്പോൾ അഴിക്കുന്നത് അങ്ങനെ അങ്ങോട്ടാണ് അഴിക്കുന്നത്, ഇങ്ങോട്ടല്ല അഴിക്കുന്നത്. അങ്ങോട്ടഴിക്കുമ്പോൾ ഞാൻ എൻ്റെ പിതാവ്, പിതാവിൻ്റെ പിതാവ്, ആദിമൂലഭൂതമായ ഏകവും അദ്വയവുമായ ഒന്നിലെത്തും. ഓം ഓം ഇത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യത് ഇതി സർവം ഓങ്കാരേവ യച്ഛന്യത്രികാലാതീതം തദപ്യോങ്കാരേവ. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടൊന്നിച്ചായിരുന്നു, അതേ വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം. നാദം ശൂന്യതയിങ്കൽ അമൃതം വർഷിച്ച നാളിൽ ഗതോന്മാദം വിശ്വപദാർത്ഥ
ശാലയൊന്നായി തുടിച്ചീടവേ ആദാഹിച്ചു വിടർന്ന ജീവകലികാജാലങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപാനപാത്രങ്ങളിൽ. നിഷേധിച്ചു പോയ നിഷേധം വെടിഞ്ഞെഴുതിയ കവിത. അപ്പോഴാണ് വിപ്ലവകാരികൾ അദ്ദേഹത്തെ ദന്തഗോപുരത്തിലെ കവി എന്ന് വിളിച്ചത്. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി കല്യാണ സൗഗന്ധികത്തിലുണ്ട്, തൻ്റെ അടുത്ത കവിതയായ കല്യാണ സൗഗന്ധികത്തിൽ. സർവനിഷേധത്തിലൂടെ നീങ്ങിയിട്ട് വിപ്ലവത്തിൻ്റെ വെൺമഴുവാലെല്ലാം വെട്ടിത്തെളിക്കാൻ ഇറങ്ങിത്തിരിച്ച ഭീമസേനൻ തൻ്റെ ഗദയുമായി സകല വിഗ്രഹങ്ങളും ഉടച്ചു നീങ്ങി അവസാനം ആ കുരങ്ങൻ്റെ കുരങ്ങൻ്റെ വാലൊന്ന് പൊക്കാൻ പറ്റാതെ ഗദയൊടിഞ്ഞു നിൽക്കുന്ന നിപ്പ് വിഗ്രഹഭഞ്ജകനായ കവി അനുഭവിക്കുമ്പോൾ സർഗസംഗീതത്തിൽ അദ്ദേഹം ഭംഗിയായി എഴുതി: ആരണ്യന്തരഗഹ്വരോദരതപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോബന്ധ പ്രദേശങ്ങളിൽ ആരന്തർമുഖമിപ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം. ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യത് ഇതി സർവം ഓംകാരയേവ യച്ഛ അന്യത്രികാലാതീതം തദപ്യോംകാരയേവ. അവിടെയൊക്കെയാ ശങ്കരനും മറ്റും പറയുന്നത്: ദുർലഭം ത്രയമേത ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയ. സംശയരഹിതമായ ഗുരുദേവനും പറയും: ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നീടണമറിവായി. ഇതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. അഹൈതുക കൃപാസിന്ധുവായ ഗുരു ആധുനികനോട് ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: ഉണരരുത്. ഇതിൻ്റെ മറുപുറം കണ്ടിട്ടാണ് പറഞ്ഞത്. ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം പുണരേണമെന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവത് ഉള്ളൊരു നിർവികാര രൂപം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഉണരരുത്. ഉണരരുത്, ഉറങ്ങുകയുമരുത്. എന്ത് ചെയ്യണം? അതിന് കഴിഞ്ഞില്ലെങ്കിൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞ് ജനിമരണങ്ങളറ്റ മുനിയുടെ അടുത്തു മൂർത്തിയെ നിർത്തുക സേവയിൽ. അതുപദേശിച്ച അദ്ദേഹം അതിൻ്റെ സനാതന സത്യത്തെ അവയവമഴിച്ച് പറയുകയാണ്. വാസസ്സഴിച്ച് തന്തു, വാസസ് തന്തുവിത്. എത്രാമത്തെ ശ്ലോക? 3 4? 3. വസ്ത്രം ഉള്ളതാണെന്നാണ് വിചാരം. വസ്ത്രം നൂലാണ്, നെടുകയും കുറുകയും. ആ നൂലഴിച്ചു.
ആട നൂലാടയാണ്. ആ നൂലാട ഇനിയും വരും. അതഴിച്ച് നൂലായി. ആ നൂലഴിച്ചു പഞ്ഞി. അതുപോലെ ഈ പ്രപഞ്ചത്തെ അഴിച്ചാൽ അവയവങ്ങൾ ഓരോന്നായി മുഴുവൻ, ഒട്ടുമില്ലാതെ മുഴുവനായി പിരിച്ചു വേറാക്കിയാൽ, അത് പരിശോധിച്ചാൽ ഉലകമില്ല. അപഗ്രഥിക്കാത്തവനാണ് ഉലകമുള്ളത്. വിദ്യ അപഗ്രഥിക്കുന്നതും അവിദ്യ അപഗ്രഥിക്കാതിരിക്കാൻ വിഷയവൈചിത്ര്യം നൽകി അന്ധമാക്കുന്നതും. എന്താ വിഷമില്ലാതിരുന്നത്? എന്തുകൊണ്ടാണ് ഭൂമാഫിയ ഇല്ലാതിരുന്നത്? എന്തുകൊണ്ടാണ് ഹിംസ ഇല്ലാതിരുന്നത്? എന്തുകൊണ്ടാണ് ദാരിദ്ര്യമുണ്ടായത്? ഇത് അപഗ്രഥിച്ചതുകൊണ്ട്. ഭാരതീയർ ഇത് അപഗ്രഥിച്ചപ്പോൾ ആവശ്യത്തിന് മാത്രം വീടുണ്ടാക്കി, ആവശ്യത്തിന് മാത്രം ഭക്ഷ്യവസ്തുക്കൾ സമാഹരിച്ചു. അതിനെ അവർ അന്നത്തെ കാലത്ത് പുരോഗതി എന്ന് പറഞ്ഞു. നെല്ല് കൃഷി ചെയ്തു, അരി ഉണ്ണാനെടുത്തു, വൈക്കോല് പശുവിന് കൊടുത്തു, പശുവിൻ്റെ ചാണകം കിട്ടി, പറമ്പിലേക്കിട്ടു, എല്ലാം സീറോ വേസ്റ്റിലെത്തി, ഭംഗിയായി, കൊതുകും കടിക്കാതെ, മാലിന്യവും ഇല്ലാതെ മനോഹരമായി കുളിച്ചും കളിച്ചും ചിരിച്ചും ജീവിച്ചു. അവർ ജീവിതത്തിൻ്റെ എല്ലാ സുഖവും അറിഞ്ഞു. അവർക്ക് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കി. Am I right? വസ്തുത നിങ്ങൾക്ക് പറ്റിയത് നോക്കിയാൽ അന്ന് അവർക്കുള്ള കൃഷിസ്ഥലങ്ങൾ ഒന്നും നിങ്ങൾക്കില്ല. ശരിയല്ല? അത്രയും കൃഷിക്കാരില്ല. നിങ്ങൾ രാവിലെ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത വസ്ത്രവും ധരിച്ചായി വന്നിരിക്കുന്നത്. ശരിയല്ല? മറ്റവരുടുത്തപ്പോൾ ആദ്യം നോക്കി വേഗങ്ങൾ വന്നാൽ ആരോഗ്യം പോകാതിരിക്കണമെങ്കിൽ മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ മൂത്രം ഒഴിക്കണം, കക്കൂസി പോകാൻ തോന്നിയാൽ ഒന്ന് കക്കൂസി പോകണം. പറമ്പായാലും പാടമായാലും വരമ്പായാലും കുഞ്ഞിന് ദാഹിച്ചാൽ അല്പം മുല കൊടുക്കാവുന്ന വസ്ത്രം ധരിക്കണം. അവരങ്ങനെയൊക്കെ തീരുമാനിച്ചു. നിങ്ങൾ ഒരിക്കലും മുല കൊടുക്കാൻ പറ്റാത്ത വസ്ത്രം വേണമെന്ന് തീരുമാനിച്ചു. പ്രാക്ക് വാങ്ങിച്ച് ബ്രസ്റ്റ് മുഴുവൻ ക്യാൻസറായി. Am I right? No. രാവിലെ ഉടുത്താൽ വേറൊരാൾ സഹായിച്ചാൽ അതൊന്ന് അഴിച്ചിട്ടു മൂത്രം ഒഴിക്കാനും കക്കൂസി പോകാനും പറ്റുന്നു. അതുപോലുള്ളതൊക്കെ ഉടുത്ത് കിട്ടി. എന്നിട്ട് യൂറിയയും കൂടി, പ്രോസ്റ്റേറ്റും തകർന്നു, നാനാവിധ രോഗങ്ങളും ഉണ്ടായി. പുരോഗതി. കൃഷിസ്ഥലം മുഴുവൻ കളഞ്ഞിട്ടും സുലഭം. കൃഷിസ്ഥലം അത്ര ഉണ്ടായിട്ടും ദാരിദ്ര്യം. ഇതെങ്ങനെ ചേരുക? കാരണം അവർക്ക് അപഗ്രഥിക്കാൻ അറിയായിരുന്നു. നിങ്ങൾക്കത് അറിയില്ല. നിങ്ങളുടെ ബുദ്ധിക്ക് അപഗ്രഥനാത്മകത എന്ന ഫാക്കൽറ്റി ഇല്ല. അതില്ലാതായാനായി അധ്യാപകർ ശമ്പളവും പെൻഷനും വാങ്ങിച്ച് നിങ്ങളെ ഇത്രയും കാലവും പഠിപ്പിച്ചത്. കോമൺ സെൻസ് നഷ്ടപ്പെടുത്തി ഒന്നും അപഗ്രഥിക്കാനും ഒന്നും തിരിഞ്ഞു നോക്കാനും പറ്റാതെ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞത് മാത്രം പഠിച്ച് അതൊക്കെ നിരത്തി എഴുതി വെച്ച് മാനേജ്മെന്റ് തിയറിയിൽ ഒന്നും ചെയ്യാതെ എല്ലാം ചെയ്തു എന്ന് തോന്നിച്ച് ജീവിക്കാനുള്ള വഴി. തല്ലുകൊള്ളാവുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞത് തല്ലുകൊള്ളാവുന്നവയാണ്, എനിക്ക് ഒരു സംശയമില്ല. പക്ഷെ പറഞ്ഞത് നേരാണെന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ തല്ലാൻ പറ്റാതിരിക്കുന്നത്. Am I right? അല്ലാതെ എൻ്റെ പുറകിൽ ഭക്തവൃന്ദങ്ങളൊന്നുമില്ല നിങ്ങൾ ഭയപ്പെട്ടെന്നെ തല്ലാതിരിക്കാൻ. കണ്ടാലും ഞാൻ ഒരു ഗുസ്തിക്കാരനാണെന്നൊന്നും തോന്നുന്ന മട്ടുമില്ല. ആ നിലയ്ക്ക് നിങ്ങൾ തല്ലാത്തത് പറഞ്ഞത് ശരിയല്ല, പക്ഷെ സത്യമാണ്. Am I right?
ഞങ്ങളെ ഇരുത്തി ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായമുണ്ട്, പ്രതിഷേധമുണ്ട്. പക്ഷെ സത്യം അവിടെ നിങ്ങൾ പോയിരുന്ന് നല്ലോല ആലോചിക്കുക. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും അപഗ്രഥനാത്മകത കിട്ടുന്നത്. നാരായണ ഗുരു പ്രപഞ്ചത്തെ മൊത്തം അങ്ങ് അഴിക്കാനാണ് പറഞ്ഞത്. അങ്ങ് അഴിക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് അഴിച്ചാൽ ഒട്ടും ബാക്കി വരാതെ ഈ പ്രപഞ്ചം ഇല്ലാതാവും. ഇതെങ്ങനെയാ ഉണ്ടാകുന്നത്? വെറുതെ ഒന്നിരുന്ന് നോക്കി, അപ്പൊ കാണാം ഇതുണ്ടാകുന്ന ബീജം. വെറുതെ ഇരിക്കുക. അപ്പോഴാണ് വീടിൻ്റെ തെക്കുവശത്തെ ഭിത്തി ശരിയല്ല, ഒന്നൊരുത്തനെ വിളിച്ച് കാണിക്കണം എന്നൊരു ബോധം ഇങ്ങനെ അകത്തുനിന്ന് വരും. ആ ബോധത്തിന് ഭാര്യയുടെ സമ്മതം വേണം, ഇല്ലേ ക്രിയയാവില്ല. അതുകൊണ്ട് അവസരം നോക്കി വേണം അവളോട് പറയാൻ. ഇല്ലെങ്കിൽ അവൾ ഞാൻ പറയുന്നതൊക്കെ വേണ്ടെന്ന് പറയും. അതിന് അവക്കിഷ്ടപ്പെട്ട ഒരു തച്ചനെയോ ജ്യോതിഷിയെയോ ഒന്ന് വിളിച്ച് കാണിക്കാമെന്ന് പറഞ്ഞാൽ അവളെന്ന് പറയും. അതനുസരിച്ച് സങ്കല്പം മാറ്റി ഒരു തച്ചനെ സങ്കല്പിക്കും. അത് കഴിഞ്ഞാൽ ആ വടക്ക് വശത്തെ ആ ഭാഗം പൊളിക്കുന്നതിനെ പറ്റി അവളോട് മെല്ലെ ഒന്ന് പറയും. അങ്ങനെ അത് പൊളിക്കൊന്നും വേണ്ട, എൻ്റെ അച്ഛൻ തന്ന കാശുകൊണ്ട് കെട്ടിയതാണെന്ന് അവളും പറയും. മനസ്സിലായില്ല? അതിന് നയപരമായൊക്കെ പറഞ്ഞ് അവൾക്ക് പ്രിയപ്പെട്ട ഒരു തച്ചൻ വന്ന് നോക്കി. അവൾക്ക് കുറച്ച് മോഡേണൊക്കെയാണ്, അതുകൊണ്ട് തച്ചനെ അത്ര പഥ്യമല്ലെങ്കിൽ വാസ്തു ജപ്പാനിൽ നിന്ന് വന്നത്. മനസ്സിലായില്ല? അയാൾ വന്ന് കണ്ണുമൊക്കെ അടച്ച് പകുതി മുകളിലോട്ടൊക്കെ നോക്കി ഡിവൈനാണല്ലോ. പതുക്കെ പറഞ്ഞ് ഇത് ശരിയല്ല, പൊളിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായി വരുന്നത്. നിങ്ങളുടെ സങ്കല്പത്തിലാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ സുഖങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും എല്ലാം നിങ്ങളുടെ സങ്കല്പത്തിൻ്റെ മാത്രം സൃഷ്ടിയാണ്. ഇത് സുചാരുവായ സങ്കല്പങ്ങളായി പോകണമെങ്കിൽ ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ പറ്റൂ. അപൂർവം ഭാഗ്യവാന്മാർക്ക് ഈ സങ്കല്പങ്ങളെല്ലാം ക്രമമായി സുചാരുവായി പോകും. സങ്കല്പപ്രഭവമാണ് വിശ്വം. അതിനെ അങ്ങ് അഴിച്ചപഗ്രഥിച്ചാൽ ഒട്ടും ബാക്കിയില്ലാതെ ഈ പ്രപഞ്ചം ബാധിച്ച് എരിഞ്ഞ് അടങ്ങിത്തീരും, ബോധത്തിൽ തന്നെ. അതുകൊണ്ട് പണ്ടൊരച്ഛൻ മകനോട് പറഞ്ഞ പോലെ ആകരുത്, മോനെ നീ ഇങ്ങനെ ഇരുന്നാൽ മതിയോ മൗനിയായിട്ട്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്ന മകനാണ്. എന്നോട് ചോദിച്ചു, നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? പിന്നെ എന്ത് ചെയ്യണം? എടാ നീ ഒരു പെണ്ണ് കേട്ടു, അച്ഛൻ കെട്ടിയതാണല്ലോ, എന്നിട്ട് വേണ്ടത്രയൊക്കെ അനുഭവിച്ചതാണല്ലോ, അതൊക്കെ പോരെ, ഇനി ഞാനിവിടെ കെട്ടി അനുഭവിക്കണോ? വളരെ സൗമ്യമായിട്ട്, അങ്ങനെയല്ല മോനെ, നീ ഒരു പെണ്ണ് കേട്ടോ, പെണ്ണ് കെട്ടിയിട്ട് പിള്ളേരാവും, നീ പണിയെടുക്കണം, നല്ല പോലെ സമ്പാദിക്കണം, എന്നിട്ട് വലിയൊരു വീട് വെക്കണം, വീട് വെച്ചിട്ട് ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് നീ ജീവിക്കണം, നീ എന്തെങ്കിലും വ്യവസായം തുടങ്ങണം. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് നീ സ്വസ്ഥമായിരിക്കണം. അതല്ലേ ഇപ്പം ഞാൻ ചെയ്യും. ഇങ്ങനെയാണ് സങ്കല്പത്തിലൂടെ ചെന്ന് വാസനയില്ലാത്തവനെയും വാസനയുള്ളവനെയും ഒക്കെ പിടിച്ച് സങ്കല്പം ഉണ്ടാക്കി സങ്കല്പത്തിലൂടെ ചെന്ന് സങ്കല്പം ഇല്ലാത്തടത്തിരിക്കുക. ഇതല്ലേ പണി അല്ലേ? വിശ്വം സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിന് അത് ശീലിക്കാനായിട്ട് അല്പനേരം വെറുതെ ഒന്ന് ഇരുന്ന് നോക്കണം. ഇരിക്കാൻ പറ്റൂല. ഇരിക്കാൻ പറ്റുകില്ലെന്ന് അറിയാൻ മാത്രമേ ഇരിക്കാവൂ. അല്ലാതിരുന്നാൽ നിങ്ങളുടെ ഓജസ് മുഴുവൻ ക്ഷയിക്കും. കണ്ണും കാലും ഒക്കെ അടച്ച് മര്യാദയ്ക്കൊന്നിരുന്ന് ധ്യാനം എന്നൊക്കെ വിചാരിച്ചാൽ വല്ലാത്ത സർജനം നടക്കുമകത്ത്. എനിക്കിരിക്കാൻ പറ്റുകില്ല എന്നറിയുക മാത്രം അതുകൊണ്ട് ആദ്യം ചെയ്യുന്നത്.
കാരണം ക്ഷിപ്തങ്ങളുണ്ടാവും. ചിത്തങ്ങളെ പിടിച്ചു പോയാൽ എത്തുകയില്ല. വിക്ഷിപ്തങ്ങളുണ്ടാവും. ഏകാഗ്രതയുണ്ടാവും. മൂഢമുണ്ടാവും. നിരോധമുണ്ടാവും. ഇരിക്കാൻ തുടങ്ങിയാൽ നിരോധത്തെ പിടിച്ചു കയറിയാൽ രക്ഷപ്പെടും പതഞ്ജലി, ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ല. അങ്ങനെ ഈ പ്രപഞ്ചത്തെ അഴിച്ചാൽ ഒന്നുമില്ല, പ്രപഞ്ചമില്ല എന്ന ബോധത്തിലെത്തും. ഇതാണ് വിചിത്ര ദർശനം. ഈ വിചിത്ര ദർശനം അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ആശ്ചര്യമാണെന്ന്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത്. ഭഗവത്ഗീത, കഠോപനിഷത്ത് രണ്ടിലും പറയും. അവിടെയാണ് വളരെ ഗംഭീരമായി പറയുന്നത്, ആശ്ചര്യവച്ചൈനമന്യശൃണോതി. വക്ത ആശ്ചര്യവത്, വചനമാശ്ചര്യവത്, ശ്രോത ആശ്ചര്യവത്. ആശ്ചര്യമാണ് പ്രപഞ്ചത്തെ അഴിച്ചാൽ. ആശ്ചര്യം ഒരിക്കൽ കണ്ടാൽ, ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നെ പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു വരില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആശ്ചര്യം പ്രപഞ്ചമഴിക്കലാണ്. വിവേക വൈരാഗ്യാദികളുണ്ടെങ്കിൽ അല്പനേരമിരുന്ന് എന്നിലുണ്ടായി മറയുന്ന പ്രപഞ്ചത്തെ എടുത്ത് ഒരു പ്രാവശ്യം അഴിച്ചാൽ അവൻ ആശ്ചര്യപ്പെടും. ഇത്ര ഇട എൻ്റെ ഉള്ളിലുണ്ടോ? ഒരു രാത്രി ഉറങ്ങി ആ രാത്രിയിലെ ഒരു നിമിഷം കൊണ്ട് അനേക വർഷങ്ങളിൽ കണ്ടവരെയൊക്കെ കാണുന്ന സ്വപ്നം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇതിനുള്ള സ്ഥലം എവിടെയായിരുന്നു, ഈ ആളുകൾ എവിടെയായിരുന്നു, ഇതിനുള്ള ചിന്തകൾ എവിടെയായിരുന്നു, ഉറക്കത്തിലുള്ള എന്നിലൊന്ന് ചിന്തിച്ചാൽ അതുപോലാണ് ഉണർവിൽ എൻ്റെ പ്രപഞ്ചം അനായാസേന ഉണർന്നു വരുന്നതെന്ന് അറിഞ്ഞ് അവൻ ആശ്ചര്യപ്പെടും. ദൈവാധീനം കൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം ഇതൊന്നും അഴിക്കാൻ അറിവ് തന്നിട്ടില്ലാത്തതുകൊണ്ട് ഉണ്ടും ഉറങ്ങിയും ജന്മം തീരും. എപ്പോഴെങ്കിലും ഒരിക്കൽ ചിന്തിച്ചാൽ, രാത്രി കിടന്നുറങ്ങാണ്, ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു, കുറേ ഭാഗം പേടിപ്പിക്കുന്നത്, കുറേ ഭാഗം സൗമ്യമായുള്ളത്, കുറേ ഭാഗം സ്നേഹിക്കുന്നത്, കുറേ ഭാഗം എതിർക്കുന്നത്, അതിൽ അമ്മ, അച്ഛൻ, ബാക്കിയുള്ളവർ, ഇതെല്ലാം കൂടെ നീണ്ടു നിൽക്കുന്ന ഈ കാലഗണന മുഴുവൻ കാലം എവിടെയാണ്? അതിൻ്റെ വനവും ദേശവും ഞാൻ കണ്ടതും കാണാത്തതുമായ സ്ഥലങ്ങളുമൊക്കെ എവിടെയാണ്? അത്രൈഷ ദേവഃ സ്വപ്നേ മഹീമാനം അനുഭവതി അദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി ശ്രുതം ശ്രുതമേവ അനുശൃണോതി ദേശദിഗന്തരശ്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സച്ച അസച്ച സർവം പശ്യതി സർവ പശ്യതി എന്ന പ്രമാണത്തിൽ കണ്ട ഈ പ്രപഞ്ചവിധാനീയതയുടെ സ്വപ്നരൂപമായ ജഗത്ത് മുഴുവൻ അല്പസ്ഥിതമായ എൻ്റെ ബോധത്തിൽ എങ്ങനെയിരുന്നു? എൻ്റെ ചിദ്രൂപത്തോളം വലിപ്പമാണ് എൻ്റെ വിശ്വം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം. ആ നിജബോധം ശങ്കരൻ പറഞ്ഞിടത്ത് തന്നെ നാരായണ ഗുരു കൊണ്ടൊന്ന് ഭംഗിയായി വെക്കുകയാണ്. അവയവം ഓരോന്നായി അഴിച്ചാൽ ഉലകമില്ല, വിചിത്രമാണ്, ആശ്ചര്യകരമാണ്.
ഭട്ടതിരി അതാ പറഞ്ഞത്, തദ്രൂപം ആശ്ചര്യം. എങ്ങനെയാ? തപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം. അഗ്രേ തൊട്ടടുത്താ കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാഴ്ചയൊന്നുമില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തെ അഴിച്ചു നോക്കിയാൽ വിചിത്രമാണ്, അതീവ ആശ്ചര്യകരമാണ്. ഈ അവയവങ്ങളും വീണ്ടും അഴിച്ചാൽ, ഏവം അതുപോലെ അഴിച്ചാൽ, അങ്ങോട്ട് ആരായുകിൽ വീണ്ടും അവിടെ ചെന്ന അവയവങ്ങളിൽ ബോധമെത്തിച്ച് അപഗ്രഥിച്ചാൽ ഇല്ലാത്തതാണെന്ന് ബോധ്യമാവും. അഖിലവും പ്രകാശിക്കുന്ന, പലതുമായി പ്രകാശിക്കുന്ന സകലതും അഖിലവും നിജബോധമാത്രം, സ്വന്തം ബോധം മാത്രമാണ്. അപ്പൊ ഈ ലോകം തൻ്റെ ബോധത്തിൽ പ്രതിബിംബിക്കുന്നത് മാത്രമാണ്. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി. അതിൻ്റെ സീമ എൻ്റെ ബോധത്തോളം മാത്രമാണ്. ചിച്ഛക്തി എത്രമാത്രം, ചിദ്വിലാസം എത്രമാത്രം, അത്രയുള്ളൂ ഈ ലോകം. ക്ലിയർ? ക്ലിയർ? അടുത്ത ശ്ലോകം. അതുകൊണ്ട് അവയവങ്ങളെ കാണാതെ അവയവിയെ കാണാൻ ശ്രമിക്കുക. വീണ്ടും ഗുരുദേവൻ നമ്മളിൽ ഒരു അപഗ്രഥനാത്മകത ഉണ്ടാക്കാൻ വേണ്ടി അനേക തവണ പ്രപഞ്ചം അഴിക്കാൻ നോക്കുകയാണ്. അതഴിച്ചാൽ മാത്രമാണ് നമുക്കവിടെ എത്താൻ പറ്റുക. ഈ ശ്ലോകവും വാസസ്സു തന്തു ഇത് എന്ന് പറഞ്ഞ പോലെ തന്നെ അതേ കാര്യമാണ്. അതുകൊണ്ടാണ് ആദ്യത്തത് പഠിപ്പിച്ചിടത്തോളം സമയം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം വരുന്നില്ല. വളരെ ക്ലിയറായിട്ട് പറയുക. നൂലാട തന്നിലുദകം നുര തന്നിലേവം ഹാലോകമാകമറയുന്നൊരവിദ്യയാലേ ആലോചന വിഷയമായിതു തന്റെ കാര്യ ജാലത്തൊടും മറകിലുണ്ടറിവൊന്നു മാത്രം നൂലാട തന്നിലുദകം നുര തന്നിലേവം ഹാലോകമാകമറയുന്നൊരവിദ്യയാലേ ആലോചന വിഷയമായിതു തന്റെ കാര്യ ജാലത്തൊടും മറകിലുണ്ടറിവൊന്നു മാത്രം. ഒടുവിൽ ചെന്ന് പറയുന്നത് അറിവൊന്നു മാത്രമുണ്ട്, ബാക്കി ഒന്നുമില്ല. ശൂന്യല്ല, അറിവ് മാത്രം. ചിദ്രൂപം മാത്രം. ഹൃദയത്തിൽ അതിനെ ദർശിച്ചിട്ട് ചിദംബര ദർശനം. ചിദംബരം ഹൃദയാകാശം. അതിനെ ദർശിച്ച് ആ അനുഭൂതിയിൽ നിൽക്കുമ്പോൾ നൂല് ആട തന്നിൽ, ആട വസ്ത്രം. ഈ ഇംഗ്ലീഷ് മീഡിയം വന്നുകൊണ്ട് ഈ പഴയ പദങ്ങളൊന്നും നിങ്ങൾക്കറിയാൻ യാതൊരു വഴിയില്ല. നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ട് മലയാളത്തിൽ കലർത്തി പറയുകയാണ്. ഡ്രസ്സ്, അറ്റയർ ഒക്കെ മനസ്സിലാവും. ആടാന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ വഴിയില്ല, അല്ലേ? പത്രക്കാർ മധുരം മലയാളം എന്നൊക്കെ എഴുതും.
പക്ഷെ എഴുതിയാൽ എണ്ണമറ്റ നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പിള്ളേർ മലയാളത്തിൽ പറഞ്ഞു പോയാൽ ഇമ്പോസിഷൻ എഴുതിക്കും. അധ്യാപകർ ടീച്ചേഴ്സ് റൂമിലിരുന്ന് മലയാളത്തിൽ പറയും. അവർക്ക് ഇംഗ്ലീഷിൽ പറയാൻ അറിയത്തില്ല. പഠിച്ച സബ്ജക്റ്റ് മാത്രം കാണാതെ ഇംഗ്ലീഷിൽ പറയാനേ അറിയാവൂ. അവർ ടീച്ചേഴ്സ് റൂമിലിരുന്ന് മലയാളത്തിൽ കൊതിയും നുണയും ഒക്കെ പറയും. പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലിയിലും മറ്റും വിളിച്ചു നിർത്തി ഇമ്പോസിഷൻ എഴുതിക്കും. ഇനി മേലാൽ ഞാൻ മലയാളത്തിൽ പറയില്ല. 1000 പ്രാവശ്യം എഴുതിക്കൊണ്ട് പോടാം. ഇതുകൊണ്ട് ആർക്ക് പ്രയോജനം? മകൻ എഴുതിയതാന്ന് തോന്നുന്നു അല്ലേ? ആണോടാ ആണോടാ ആ അത് ശരി. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. മലയാളികളൊക്കെ പണ്ട് സ്പൂൺ കൊണ്ടല്ല, കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. കൈ ശുദ്ധമാണെന്നൊരു ബോധമുണ്ടല്ലോ. പക്ഷേ ഇവരുടെ സ്കൂളിലൊക്കെ സ്പൂൺ കൊണ്ടേ കഴിക്കുക. am I right? കൈ കൊണ്ട് കഴിച്ചാൽ പുറത്തിറക്കണം ഇല്ലടാ, അല്ലെങ്കിൽ അച്ഛൻ പിന്നെ ചെല്ലണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. എന്നിട്ട് നമ്മൾ പൈതൃകങ്ങളെ നിലനിർത്താൻ വേണ്ടി സാംസ്കാരിക വകുപ്പ് മന്ത്രി പൈതൃക ജലാശയങ്ങൾ ഉണ്ടാക്കും. ഇതിൻ്റെ മൗലികതയിൽ ചെയ്യാൻ ഒരുത്തനും ആവില്ല. അപ്പോൾ ഗുരുദേവൻ ഉപയോഗിച്ച ഭാഷ തൻ്റെ പൈതൃക സീമയിൽ നിലനിൽക്കണമെന്ന് നല്ലപോലെ ആഗ്രഹിച്ചെഴുതിയതാണ്. അതുകൊണ്ടാണ് ആ ഭാഷയൊക്കെ അറിയുമെങ്കിൽ ഇതാരും വ്യാഖ്യാനിച്ചു തരേണ്ട കാര്യമില്ല. നൂൽ ആട തന്നിൽ. നൂലെവിടെയാ? വസ്ത്രത്തിൽ. അങ്ങനെയാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാ? വസ്ത്രം നൂലിൽ. അത് സൂക്ഷ്മദർശനം. ഞാനും നിങ്ങളുമൊക്കെ നോക്കുമ്പോൾ നൂലാട തന്നിൽ നുരതന്നിലേവം ഉദകം നുരതന്നിലേവം. നുര എവിടെയാ? ഉദകത്തിലാണ്. പക്ഷെ കാണുന്നത് എങ്ങനെയാ? നുരയിൽ വെള്ളമുണ്ടെന്നാണ് കാണുന്നത്. മനസ്സിലായില്ല? കാരണം കാണപ്പെടുന്നത് നുരയാണ്. ആ ക്രമത്തിലാണ് പറഞ്ഞു തരുന്നത്. നുര കാണാം, ആട കാണാം, നൂല് മറഞ്ഞു. ഇത് ഈശാവാസ്യം എന്ന മന്ത്രത്തിന്റെ ആദ്യ മന്ത്രത്തിന്റെ വ്യാഖ്യാനം പോലുണ്ട്. ഈശാവാസ്യമിതം സർവമത്കിഞ്ച ജഗത്യം ജഗത് തേന തക്തേന ഭുഞ്ജീത മാഗൃത കസ്യ സിദ്ധനം. അതിൽ ഈശ്വരനെ കൊണ്ട് ജഗത്തിനെ മൂടണം എന്നാ പറഞ്ഞിരിക്കുന്നത്. വസ ആച്ഛാദനേ. അതുപോലെ ആട വസ്ത്രം, നൂലതിൽ നൂലിനാ മൂടിയ പോലെ. പക്ഷെ കാണുന്നത് വസ്ത്രം കൊണ്ട് മൂടിയ പോലെ. നൂലാട തന്നിൽ ഉദകം നുരതന്നിൽ. മറഞ്ഞിരിക്കുന്നത് പോലെ ലോകമാകെ അവിദ്യയാൽ അതിൻ്റെ സ്വരൂപം മറഞ്ഞ് കാണപ്പെടുന്നു.
കാരണമായ ഈശ്വരനെ മറച്ച് ലോകത്തെ കാണിക്കുന്നു. മറഞ്ഞ് ലോകത്തെ കാണാതായി. സത്യം കണ്ടാൽ ലോകം മറയും, ലോകം കണ്ടാൽ സത്യം മറയും. അത് രണ്ടും ബോധ്യപ്പെടുന്ന പോലെ പറഞ്ഞിരിക്കുന്നത്. ഇതെന്തൊരു മഹാത്ഭുതമാണ്! ഈശ്വരനും ജഗത്തും ഒരുമിച്ചില്ല. അതുകൊണ്ടാണ് ജഗദ്ബോധം വരുമ്പോൾ ഈശ്വരൻ ഇല്ലെന്ന ബോധം വരുന്നത്. ഈശ്വരൻ ജഗദ്ബോധമുള്ളവന് ഇല്ല. ജഗദ്ബോധത്തിൽ ഈശ്വരൻ വൈദ്യനാണ്. ജഗദ്ബോധത്തിൽ ഈശ്വരൻ ബ്രോക്കറാണ്. ജഗദ്ബോധത്തിൽ ഈശ്വരൻ ഗുണ്ടയാണ്. മനസ്സിലായില്ല? അതൊന്നും ഈശ്വരനല്ല. നിഷ്ക്രിയം, നിഷ്കളം, നിർമ്മലം, നിത്യം, നിരാബാധമായിരിക്കുന്ന ഈശ്വരനെ നിങ്ങളുടെ ശത്രുവിനെ കൊല്ലാൻ നിങ്ങൾ ഗുണ്ടയാക്കി. അതും സാധാരണ ഒരു ഗുണ്ടയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് ലക്ഷങ്ങൾ കൊടുക്കണം. നിങ്ങളാകെ എടുക്കുകയില്ലാത്ത തുളവീണ ഒരു 100 രൂപ കൊണ്ട് ഇട്ടിട്ടാ പറഞ്ഞ് അവളുടെ തടയിൽ ഇടുത്തി വീഴിക്കണം. am I not right? ഭഗവാനെ അത് വിളിക്കുന്നോ, ഗുണ്ടയെ വിളിക്കുന്ന പോലെയാ. എൻ്റെ ഭയവാനെ ഗുരുവായൂരപ്പ എന്നാണ് വിളിക്കുന്നത്. അവളെ ഭയപ്പെടുത്തുന്നത് കൊണ്ടാണ് ഈ ഭയവാനെ എന്ന് വിളിക്കുന്നത്. ആ ഗുണ്ടപ്പണിയൊക്കെയാണ് നിങ്ങൾ ഈശ്വരന് ആകെ കൊടുക്കുന്നത്, പ്രപഞ്ചബോധം കാരണം. ഈ പ്രപഞ്ചബോധം അറ്റുപോകുമ്പോൾ മാത്രം ബോധ്യപ്പെടുന്നതാണ് ഇത്. എങ്ങനെയാണ് നൂല് ആടയിൽ, നുര ഉദകം നുരയിൽ ലയിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചം നീർപ്പോള പോലെയുള്ള ഈ പ്രപഞ്ചം ലയിച്ച് ഏകവും അദ്വയവുമായ സത്യത്തെ, അതെന്തൊരു മഹാത്ഭുതമാണ്! ഇവിടെയൊക്കെ അത്ഭുതമാണ് പറയുന്നത്. ഇത് ഈ അവിദ്യയും തൻ്റെ കാര്യജാലത്തോട് ആലോചനാ വിഷയമായി ഇത് തൻ്റെ കാര്യജാലത്തോട് മറകിൽ അറിവ് ഒന്നു മാത്രം ഉണ്ട്. ഗുരുദേവന്റെ കവിതയുടെ പ്രത്യേകത, നൂല് ആട തന്നില്, ഉദകം നുര തന്നില്, ഇപ്രകാരം ഹാ ലോകമാകെ മറയുന്നു. അവിദ്യയാലേ ലോകമാകെ മറയുന്നു. അവിദ്യയാലുണ്ടായ ലോകം മുഴുവൻ മറയുന്നു. എങ്ങനെ? ആലോചനാ വിഷയമായ ഇത് തൻ്റെ കാര്യജാലത്തോടും മറകിൽ അറിവ് ഒന്നു മാത്രം ഉണ്ട്. ആ സാധനം ഗദ്യത്തിലങ്ങ് പിരിച്ചെഴുതിയാൽ അർത്ഥമായി. തലയും കുത്തി നീക്കേണ്ട കാര്യമില്ല. അത്ര ഭംഗിയായി ഗദ്യമായി എഴുതി വച്ചിരിക്കുന്നു. എത്ര കണ്ട് ഗദ്യത്തോട് അടുക്കുന്നുവോ അത്രയും കവിത കൂടും. മാഘനും മറ്റും കാണിച്ചിട്ടുള്ള അത്ഭുത ശക്തി അതാണ്. ദണ്ഡിക്കും വാമനനുമൊക്കെ അറിയുന്ന സാഹിത്യശൈലിയും അതാണ്. സാഹിത്യ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ശ്രദ്ധേയമായി പഠിക്കാൻ കഴിയേണ്ടത് ഗദ്യത്തോടെ ഏറ്റവും കൂടുതൽ അടുക്കുമ്പോൾ കവിതയ്ക്ക് ഗാംഭീര്യം കൂടും. ഗുരുദേവന്റെ കൃതികളിൽ കാണുന്ന പ്രത്യേകതകളിൽ ഒന്നതാണ്. അത് നല്ല ഗദ്യമാണ്. അത് കേൾക്കാനും സുഖമാണ്.
അത് നോക്കിയാൽ പല കവികളിലും കാണാം ആ കാലഘട്ടത്തിലെ നിരത്തി എഴുതിയ വിടില്ല കടന്നുകൂടാ വക്രവൃത്തി തുടരുന്നത് രാമനോടോ ഏവം വഴക്കു മുറുകി ദ്വിജദേവർ തമ്മിൽ ഭാവം പകർന്നു പിടിയും വലിയും തുടങ്ങി. നിരത്തി എഴുതി നോക്കും. അച്ഛനും മകളും ഗുരുപാദരെ കണ്ടു വന്നിപ്പാനവസരമറിഞ്ഞു വരിക വത്സനീശുനശേഭ. ഇത്തങ്കക്കിടാവ ഞാൻ കാട്ടിത്തരാമേ മുത്തച്ഛനെ എന്നൊരു തേങ്കൊഞ്ചലാദം തൂകിപ്പാഞ്ഞു. ഈ തങ്കക്കിടാവാര കശ്യപ ഭഗവാനെ മുത്തച്ഛനെന്നു വിളിച്ചിടുവാൻ ജയന്തനോ വനോർ കോനുടപുത്രനിത്രയല്ലോ പ്രായം മാനുഷപ്രഭാവമാണിവനിൽ കാണുന്നതും. ഗദ്യത്തോട് വളരെ അടുത്ത് നിൽക്കും ആ കാലഘട്ടത്തിലെ കവിതയിലെല്ലാം. ഗദ്യത്തോട് അടുത്തു നിന്നുകൊണ്ടെല്ലാം കവിതയാവില്ല. കം തകം വാഴ കൊലപാതകം മനസ്സിലായില്ല, അതാവില്ല. അതിനെ അനുകരിച്ച് അങ്ങനെയും പലതും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗുരുദേവന്റെ കാവ്യ സപര്യ അത് ഈ വിഷയത്തിൽ നിന്ന് വിട്ട കാര്യമാണ്. എങ്കിലും സാഹിത്യ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഞാനത് പറയാതെ വിട്ടുപോയി എന്ന് അവർക്ക് തോന്നണ്ട. കാവ്യകേളിയിൽ വളരെ ഭംഗിയായി നിരത്തി എഴുതിയാൽ മതി. ഒരു വാക്ക് അത്രയാകെ ചെയ്യേണ്ടുള്ളൂ. ഇരുന്ന് ഇത് പദങ്ങളെ കൃത്യമായി എഴുതി ഒന്ന് വായിച്ചു നോക്കിയാൽ ഗദ്യത്തിൽ കാര്യം എളുപ്പം മനസ്സിലാവും. നൂല് ആട തന്നിൽ ഉദകം നുര തന്നിൽ ഇപ്രകാരം ലോകമാകെ അവിദ്യയാൽ മറയും. ആലോചനാ വിഷയമായ ഇത് തൻ്റെ കാര്യജാലത്തോടും മറകിൽ അറിവ് ഒന്നു മാത്രം ഉണ്ട്, വേറെ ഒന്നുമില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ അതിന്മേൽ എൻ്റെ വകയായിട്ടൊന്നും കേട്ടണ്ടെന്ന് തോന്നുന്നു. അത്ര ഭംഗിയായിട്ട് ഗുരുദേവൻ അത് എഴുതിയിട്ടുണ്ട്. അവിടെ രണ്ട് കാര്യം, ഒന്ന് പ്രകൃതിയും പ്രതിഭയും. പാശ്ചാത്യരിൽ അദ്വിതീയനായ ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം അതിനെ സബ്സ്റ്റാൻഷ്യ എന്ന് പറയും. കാന്ത് അൺമൂഡ് മൂവർ എന്നാണ് പറയുക. കാന്തിൻ്റെ അൺമൂഡ് മൂവർ. മറ്റേദ്ദേഹത്തിൻ്റെ സബ്സ്റ്റാൻഷ്യ. എങ്ങനെയാണ് ഈ ലോകം നമുക്ക് പ്രതിഭയായി പ്രകടമാകുന്നത്, എന്താണ് അതിൻ്റെ റിയാലിറ്റി? ദൃശ്യവും അതിൻ്റെ സത്തയും. ഭാരതീയർ ദൃശ്യവും ദൃക്കുമെന്ന് പറയും. ദൃശ്യം ദൃക്കിൽ അമരും. ഇതമെന്ന വൃത്തിയിലുണ്ടായി വികസിച്ച് അഹമെന്ന വൃത്തിയിൽ ലയിക്കുന്ന ദൃക് ദൃശ്യ വിവേകം. അത് വന്നാൽ മനസ്സിലാവും അറിവൊന്നു മാത്രം. അവിടെ ആദ്യം പറഞ്ഞ അസ്ഥിത, സത്ത്, അതാണ് ആ ശ്ലോകത്തിൽ പ്രകടമാക്കിയത്. എല്ലാം സത്തായ അറിവിൽ ലയിപ്പിക്കുന്നു.
ചിത് രൂപമായ അറിവിൽ ലയിപ്പിക്കുന്നു. അതിന് മുമ്പത്തെ ശ്ലോകത്തിൽ 11ാമത്തെ ശ്ലോകത്തിൽ സത്തിലും 13ാമത്തെ ശ്ലോകത്തിൽ 13ാമത്തെ ശ്ലോകത്തിൽ സത്തിലും 14ാമത്തെ ശ്ലോകത്തിൽ ചിത്തിലും ലയിപ്പിക്കുന്നു. പ്രത്യേകം നോക്കിക്കൊള്ളുക. സദ്രൂപം പറഞ്ഞു, ചിദ്രൂപം പറഞ്ഞു. 15ാമത്തെ ശ്ലോകത്തിൽ അതിൻ്റെ ആനന്ദരൂപം പറയുകയാണ്. അസ്ഥി ഭാതി പ്രിയരൂപമായ സച്ചിദാനന്ദം രണ്ടും ഏകമാണ്. അസ്ഥി സത്ത്, ഭാതി ചിത്ത്, പ്രിയം ആനന്ദം. ആ ആനന്ദത്തെ 15ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. നോക്കാം. ആനന്ദമസ്തിയതു ഭാതിയതൊന്നു തന്നെ, താനന്യമോർക്കിലതു നാസ്തി ന ഭാതി സർവം, കാനൽ ജലം ഗഗനനീലമസത്യമഭ്ര, സൂനം നിനക്കിൽ ഗഗനം പരമർത്ഥമാകും. ആനന്ദമസ്തിയതു ഭാതിയതൊന്നു തന്നെ, താനന്യമോർക്കിലതു നാസ്തി ന ഭാതി സർവം, കാനൽ ജലം ഗഗനനീലമസത്യമഭ്ര, സൂനം നിനക്കിൽ ഗഗനം പരമർത്ഥമാകും. നൂനം മരോവി മരൂർവി, മരുഭൂമി. കാനൽ ജലം എന്നുള്ളതിന് മരൂർവിന്ന് അത് പാഠഭേദമായി കൂട്ടിയാൽ മതി. അങ്ങനെ വിചാരിച്ചാൽ നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും. അത് കുഴപ്പമില്ല. ആനന്ദം അസ്തി അത് ഭാതി, അത് ഒന്നുതാൻ. അത് ഒന്നു തന്നെ താൻ. അന്യം അതു നാസ്തി. സർവം ന ഭാതി. കാനൽ ജലം ഗഗനനീലം അഭ്രസൂനം അസത്യം. നിനക്കിൽ ഗഗനം പരമാർത്ഥമാവും. ഇങ്ങനെ അത് പിരിച്ചെഴുതിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. നോക്കിയിരുന്നോളുക. ആനന്ദം അസ്തി അതു ഭാതി, അത് ഒന്നുതാൻ, ഒന്നു തന്നെ താൻ. ഓർക്കിൽ അന്യം അതു നാസ്തി. സർവം ന ഭാതി. കാനൽ ജലം ഗഗനനീലം അഭ്രസൂനം അസത്യം. നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും. ആനന്ദസ്വരൂപമായ ആ ആത്മാവ് തന്നെയാണ് ഈ ലോകത്തിൻ്റെ അസ്തിത്വം. അസ്തിത്വമായിരിക്കുന്നത് ആത്മാവാണ്. ലോകം എന്ന് നാം കാണുമ്പോഴും അതിൻ്റെ അസ്ഥിത ആത്മാവിലാണ്. ആത്മാവിൻ്റെ പ്രകാശമാണ് പ്രപഞ്ചമായി ഭാസിക്കുന്നത്. അത് തന്നെയാണ് പ്രകാശിക്കുന്നത്. അത് ഭാതി. ആ ഏകമായ അറിവ് തന്നെയാണ് താൻ.
അത് തന്നെയാണ് ഈ ഞാൻ. മറ്റൊന്നായി എൻ്റെ വിഷയങ്ങളായി ക്ഷിഞ്ഞബന്ധനെ അർത്ഥങ്ങളായി ഒന്നുമില്ലാത്തതാണ് എന്ന് വേണ്ട വിധം അതിനെപ്പറ്റി ചിന്തിച്ചാൽ ബോധ്യമാവും. മുമ്പിൽ കാണുന്ന വിഷയം കാണുമ്പോഴേ അന്ധകാരം വന്ന് തന്നെ വിഷയവുമായി സമ്മേളിപ്പിച്ച് ഇതം വൃത്തിയിലുണ്ടായ വിഷയം, ഇതെന്ത് മൈക്ക്, ഇതം വൃത്തി വിശിഷ്ടമായ ഈ മൈക്ക്, അത് മനോവിഷയകമായി തീർന്ന് ഈ രൂപം എൻ്റെ ബോധം അജ്ഞാനം കൊണ്ട് ആവരണം കൊണ്ട് എന്നെ മറച്ച് ഇതായിത്തീരുമ്പോൾ മനോവിഷയം, മനോവൃത്തി. ഇതിൽ 1000 ഓർമ്മകൾ എൻ്റെത് പൂർവകാലീനമായി വരുമ്പോൾ ഇതെൻ്റെ അച്ഛൻ്റെ കാലത്തുണ്ടായിരുന്നത്, അച്ഛൻ വാങ്ങിച്ചത്, ദാരിദ്ര്യത്തിൽ അച്ഛൻ വാങ്ങിയത്, ഇത് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് എന്ന് കൽപ്പിക്കുമ്പോൾ അത് ചിത്തവൃത്തി. അതിലെൻ്റെ ബുദ്ധിയും യുക്തിയും വരുമ്പോൾ ഇത് എൻ്റെ സുഖമാണ് ദുഃഖമാണ് എന്ന് തോന്നാൻ തുടങ്ങുകയും അതുമായി ഉത്തരക്ഷണത്തിൽ എൻ്റെ അഹങ്കാരം താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ വികാരപരമായി ഞാൻ അതായിത്തീരുന്നു. ഇങ്ങനെയാണ് ഈ വിഷയലോകം എല്ലാം ഉണ്ടാകുന്നത്. ഇതുണ്ടാകുന്നത് ഒരു തേനീച്ചയുടെ ചിറക് 1,00,000 പ്രാവശ്യം ഒരു സെക്കൻഡിൽ ഇളകുമെങ്കിൽ അത് 1 പ്രാവശ്യം ഇളകാൻ വേണ്ട സമയത്തിനുള്ളിലാണ് ഇത്രയും നടക്കുന്നത്. ഈ ഭാനപ്രകാശത്തിലാണ് പ്രപഞ്ചം തോന്നിക്കുന്നത്. അതുകൊണ്ട് വിഷയങ്ങൾ ഓരോന്നും വരുമ്പോൾ അത് കൊണ്ടുവന്നവനെ കൊണ്ടുവന്നവളെ അതുമായി ബന്ധപ്പെട്ട വികാരങ്ങളെ ഒക്കെ പൂർവകാലീനമെന്ന് കൃത്യമായി അറിഞ്ഞ് അതെല്ലാം എൻ്റെ ബോധത്തിൽ എന്നോ ഉള്ളതാണെന്നും അവിടെയാണിത് ഉണ്ടായതെന്നും അവിടെയാണ് നിലനിൽക്കുന്നതെന്നും അവിടെയാണ് അവസാനിക്കുന്നതെന്നും അറിഞ്ഞിട്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുകയോ അനുഭവിക്കാതിരിക്കുകയോ ചെയ്യാം. അറിയാതെ അനുഭവിച്ചാലും അറിയാതെ അനുഭവിക്കാതെ വിട്ടാലും സുഖദുഃഖങ്ങൾ മാറി മാറി വരും. ഇതാണ് ഇതിൻ്റെ അനുഭവം. അതുകൊണ്ട് ഇതെല്ലാം ചിന്തിച്ചു നോക്കിയാൽ കാര്യമായ ഈ പ്രപഞ്ചമില്ലാത്തതാണെന്ന് തോന്നുന്നു. സമസ്ത പ്രപഞ്ചവും ഭാസിക്കുന്നില്ലെന്ന് തോന്നും. മരുഭൂമിയിൽ കാണപ്പെടുന്ന ജലം, ആകാശത്തിലുണ്ടെന്ന് തോന്നുന്ന നീലനിറം, ആകാശകുസുമം, ഇതെല്ലാം ഇല്ലാത്തതാണ്. ഗഗനകുസുമം, അതൊക്കെ ഇല്ലാത്തതാണ്, വ്യക്തമാണില്ലാത്തതാണ്. ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും ഈ കാനൽ ജലവും ആകാശകുസുമവും ആകാശ നീലിമയും ഒക്കെ ആകാശം കാരണം ഉണ്ടായതാണ്. അതുകൊണ്ട് ബോധമുള്ളവൻ നോക്കുമ്പോൾ ആകാശമേ കാണൂ, ബാക്കി കാണില്ല. അതുപോലെ ആത്മാവിലാണിതെല്ലാം എന്ന് ബോധ്യമാവും. സത്യത്തിലില്ല ഉലകം, സകലതും വിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ. എടുത്തതല്ലേ ഏതാ ശ്ലോകം എത്രാമത്തെയാ?
സത്യത്തിലുലകം സകലം വിവേക വിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൽ. 10 പറഞ്ഞതാണ്. അതാണ് ഈ സംഭവിക്കുന്നത്. അപ്പൊ ഈ പൊരുള് സച്ചിദാനന്തം എന്ന് പറയുന്നു. പതിനാറ്. നല്ലപോലെ മനസ്സിലായി? ക്ലിയറായി? 16. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ വേറിട്ടൊന്നുമില്ല, സ്വയം പ്രകാശമായ ചിദ്രൂപമായ ആനന്ദം മാത്രം. ആ ആനന്ദത്തിൽ അഹങ്കാരം ലേശമായി പോലുമില്ല. ലേശ അവിദ്യ. ലേശം എന്നുള്ള പദമൊന്നും ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടോ? ഉണ്ടോ? പഴയ ആളുകൾ വല്ലവരും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ലേശാവിദ്യ. ലവലേശമില്ല, അഹങ്കാരലേശമില്ല, അല്പം പോലും അഹങ്കാരം ലയിക്കുകയാണ്. അത് ലയിക്കുന്നത് നല്ല ക്രമത്തിലാണ്. ആദ്യം വിഷയങ്ങൾ ലയിക്കുക. സങ്കല്പത്തിൽ നിന്ന് മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉണ്ടാവുക. ആ ഉണ്ടായവ ബോധത്തെ പലതാക്കി വിഷയങ്ങളെ ഉണ്ടാക്കുക. ഉണ്ടാക്കിയ വിഷയങ്ങളും താനും വേറെയാണെന്ന് കൽപ്പിക്കുക. എന്നിട്ട് വിഷയത്തിൻ്റെ സത്യത അംഗീകരിക്കുക. എന്നിട്ട് വിഷയം മനസ്സായിത്തീരുക, വിഷയം ചിത്തമായിത്തീരുക, വിഷയം ബുദ്ധിയായിത്തീരുക. അങ്ങനെ വിഷയം ബന്ധിക്കുക. ഷിഞ്ഞ് ബന്ധനേ എന്ന് പാണിനി. വിഷയം വിശേഷേണ ബന്ധനേ, വിശേഷവിധിയായി ബന്ധിക്കുക. ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷിണ്വന്തി വിഷയിണമനുബധ്നന്തി സ്വേന രൂപേണ നിരൂപണീയം കുർവന്തി ഇതി വിഷയാഃ എന്ന വാചസ്പതി മിശ്രന്റെ ഭാഷ്യം പോലെ എത്തും. ഇതറിയില്ല. നമ്മൾ സങ്കല്പിക്കുക, കാമിക്കുക, സങ്കല്പത്തിൽ നിന്ന് കാമം, കാമത്തിൽ നിന്ന് കർമ്മം, കർമ്മത്തില് ബന്ധം, ബന്ധത്തില് സുഖദുഃഖങ്ങൾ, കോപതാപാദികൾ മുഴുവൻ ഒക്കെ നമ്മളുണ്ടാക്കിയതാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ബന്ധം വിടാതെ നിർത്തിക്കൊണ്ട് ഈ ലോകവും ബാക്കിയുള്ളവരും ഒക്കെ കാരണമാണെന്ന് നമ്മൾ പറയുകയാണ്. സത്യം ആലോചിച്ചാൽ വേറെ ഒരാളും കാരണമല്ല. നമ്മൾ സങ്കല്പിച്ചു, നമ്മൾ കാമിച്ചു, നമ്മൾ കർമ്മത്തിലെത്തി, നമ്മളാ കർമ്മത്തിൽ നമ്മളെ ബന്ധിച്ചു. അങ്ങനെ ബന്ധിച്ച് കർമ്മമുള്ളതാണെന്ന് ശഠിച്ചു. അതിനെ തുടർന്ന് അതിലെ പ്രിയം നഷ്ടപ്പെടുമ്പോൾ കോപതാപാദികൾ സംഘാൽ സഞ്ജായതേ കാമാ കാമാൽ ക്രോധോഭിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. അതിനിടയിൽ ഇത് ഓർക്കും. ചിലപ്പോൾ ചില സമയത്ത് സത്യം ഇടയ്ക്ക് പറയും, ഞാൻ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല നിന്നോടുള്ള ബന്ധം. അതിൽ സത്യം പറയുന്നുണ്ട്. ഞാനതിൽ നടന്നു പോകുമ്പോൾ നീ കണ്ണുനോക്കി കാട്ടുമ്പോഴും, നിന്നെ ഞാൻ എൻ്റെ കാറിലും ബൈക്കിലും സ്കൂട്ടറിലും ഒക്കെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴും, നീ അന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുമ്പോഴും
നീ അന്ന് മധുരമായി മര്യാദയോടുകൂടി സംസാരിക്കുമ്പോഴും ഒക്കെ അതാണ് നിന്റെ രൂപമെന്ന് ഞാൻ ധരിച്ചുപോയി. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് വാഴപ്പിണ്ടിക്കകത്ത് തീയുണ്ടെന്ന്. ഇല്ലേ ഇല്ലേ ആ വാഴപ്പിണ്ടി കത്താൻ തുടങ്ങുമ്പോഴാണ് ഇതിനകത്ത് തീയുണ്ട് എന്ന് മനസ്സിലാക്കി. ഇതിനായിരുന്നു ഭാവം, അല്ലേ? കൊള്ളാം. അവിടെ സംഘാൽ സഞ്ജായതേ കാമ. സംഘം എവിടുന്ന ഉണ്ടായ? സങ്കല്പത്തിൽ നിന്നും. സങ്കല്പപ്രഭവമാണ് സംഘം. എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെയുള്ള ആളുകൾ ജോലിക്കായോ മറ്റുള്ളതിനായോ ഒക്കെ പാലക്കാട് വന്ന് അങ്ങനെ ഒന്നിച്ചു കൂടിയവർ, ക്ലാസ്സിനാണെന്ന് പറഞ്ഞ് ഒന്നിച്ചു കൂടിയവർ, ചിന്മയ മിഷൻ്റെ ഭക്തന്മാരായി അവിടെ ഇവിടെ കിടക്കുന്നവർ ഒന്നിച്ചു കൂടിയവർ ഒക്കെ വന്നിരിക്കുമ്പോൾ പതുക്കെ എവിടുന്നാ വരുന്നത്? ആ സംഭാഷണത്തിലൊക്കെ പ്രിയം തോന്നി. വാ അടുത്തിരിക്കുക, ഇവിടെ ഇരിക്കും, നിൻ്റെ സീറ്റ് ഇവിടെ ഞാൻ പിടിച്ചതാണ്, കണ്ടപ്പോഴേ എനിക്ക് തോന്നി, എനിക്ക് നിന്നെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് അടുക്ക ഇരുത്തി വർത്തമാനമൊക്കെ പറഞ്ഞ് പതുക്കെ പല പുതിയ കച്ചവടവും തുടങ്ങി. അത് തകരുമ്പോഴാണ് സങ്കല്പം കോപാക്രാന്തമാകുന്നത്. മനസ്സിലായി? പിന്നെ ഒരു പണിയേ ഉള്ളൂ, സഹിക്കുക. എത്ര കാലം സഹിക്കും? പിന്നെ അതാണ് ചോദ്യം. ചിലരെ ചെന്ന് കണ്ട അവർ പറയും തുടങ്ങിപ്പോയില്ലേ സഹിക്കുക. ചിലർ പറയും അങ്ങനെയൊന്നും സഹിക്കരുത്. നീ ഒരു പുരുഷനല്ലേ, നീ എന്തിനാ സഹിക്കുന്നത്? 2 പടവുകൾ എന്ന് ഉപദേശിച്ചുള്ളൂ. പിന്നെ അത് അതിനേക്കാൾ ഗുലുമാലം. പെണ്ണാണി എന്ന് പറയുന്നെങ്കിൽ പറയും പഴയ കാലമൊന്നുമല്ല, അങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട കാലമൊന്നുമല്ല. പെണ്ണുങ്ങൾ അവരുടെ തൻ്റെ ഇടം കാണിക്കേണ്ട കാലമാണ്. കൂടുതൽ മല്ലിന് വന്നു കഴിഞ്ഞാൽ 2 എണ്ണം കൊടുക്കണം. ഒരു കുഴപ്പമില്ല. കോടതിയിൽ പോയാലൊന്നും പ്രയോജനമില്ല. കാരണം അവിടെ ഇരിക്കുന്ന പുരുഷന്മാരാണ് മിക്കവാറും വക്കീലന്മാർ. അവരും കയറ്റി നിർത്തി ചോദ്യം ചോദിക്കാനൊന്നും ഇടയാകണ്ട. 4 എണ്ണം കൊടുക്കുക. ചെന്ന അമ്മയോട് പറഞ്ഞാലും അമ്മയും പറയും എടി പഴയ കാലം പോലൊന്നുമല്ല, നിന്റെ അച്ഛൻ്റെ കാലത്ത് ഞാൻ സഹിക്കാവുന്നതൊക്കെ സഹിച്ചു, ഈ വർഗത്തെ സഹിക്കാൻ പാടില്ല, 2 എണ്ണം കൊടുത്തോളൂ. Am I right? Am I right? പൈസകളോടാ ചോദിക്കുന്നത്. ഇത്ര കാലമെന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കുന്നത്? ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത്. ഇതിന് കാരണം എവിടെയാണ്? എവിടെയാണ് തുടങ്ങിയത്? സങ്കല്പത്തിൽ. സങ്കല്പമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. സഹിക്കണ്ട. സഹിക്കണ്ട എന്ന് മാത്രമല്ല, എതിർക്കണ്ട. ഇപ്പൊ എവിടെയാ ഇത് ആവിർഭവിച്ചത്? നിന്റെ സങ്കല്പത്തിൽ. ഓരോന്നോരോന്നായി സങ്കല്പം കഴിക്കുക. സങ്കല്പം എവിടുന്നാ വരുന്നേ? കിഞ്ചിജ്ഞമായ നിന്റെ അഹങ്കാരത്തിൽ നിന്ന്. ഞാനെന്നൊരഹങ്കാരം ഉയരാതിരിക്കുക. ഉയർന്നാൽ അഖിലം ഞാനെന്നുയരുക. ആ നിൽക്കുന്നത് ആരാ? ഭാര്യയാണ്. അവൾ എന്താ പറഞ്ഞേ? എന്നോട് പറയരുതാത്തത് പറഞ്ഞു. അവൾ ആരാ? ഞാൻ തന്നെ. അപ്പോൾ പറഞ്ഞതോ ഞാൻ തന്നെ, കേട്ടതോ ഞാൻ തന്നെ. നാട്ടുകാരോടി വരണ്ട, തീർന്നു. അവിടെ സഹനമില്ല, അറിവേ ഉള്ളൂ. മനസ്സിലായില്ല? ഇങ്ങനെ ജീവിക്കാൻ നിങ്ങളിത് കേട്ടേച്ചു പോയാലൊന്നും പറ്റില്ല. അതിന് നല്ല തള്ളയ്ക്ക് പറക്കണം. നല്ല തള്ളയ്ക്ക് പറഞ്ഞ ആണും പെണ്ണും ആണെങ്കിൽ ഇങ്ങനെ ജീവിക്കും. പറഞ്ഞത് വേറൊരാളാണെന്ന് കേൾക്കുകയില്ല. പറഞ്ഞ അവസരം, പറഞ്ഞ കാര്യം, പറഞ്ഞ രീതി, അതെല്ലാം അജ്ഞാനത്തിൽ വെച്ച് നോക്കുമ്പോൾ
ഞാനാണെങ്കിൽ ഇതിലും കുറച്ചുകൂടെ പറയുമെന്ന് ബോധ്യമാവുകയാൽ മനസ്സിലാക്കിയിട്ട് പറയും, നീ പറഞ്ഞത് ശരിയാണ് ഈ അവസരം. പക്ഷേ ഞാനും നീയും ഇങ്ങനെ പറഞ്ഞാൽ പരിഹാരമാവില്ലല്ലോ എന്നതാണ് എൻ്റെ വിഷമം. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. അജ്ഞാനത്തിൽ എല്ലാം ശരിയാണ്. ജ്ഞാനം വരുമ്പോൾ ഒരു ശരിയേ ഉള്ളൂ, അത് ഈശ്വരനുമാണ്. അജ്ഞാനം പ്രിയത്തിൽ വരുമ്പോൾ എല്ലാം ശരിയാകുന്നത്, അജ്ഞാനം അപ്രിയത്തിൽ വരുമ്പോൾ എല്ലാം തെറ്റാവും. മനസ്സിലായില്ല? ലോക വ്യവഹാരത്തിൽ അതേ ഉള്ളൂ. നിങ്ങളുടെ മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും പോയി ചോദിച്ചാൽ ഈ നടന്നതൊക്കെ ശരിയാണ്, പ്രിയം. അദ്ദേഹത്തിൻ്റെ എതിരാളികളായ പത്രക്കാരോടും നാട്ടുകാരോടും എതിർ പാർട്ടികളോടും ഒക്കെ ചോദിച്ചാൽ ഇത് മുഴുവൻ കൊള്ളിക്കരുതഴിയാണ്. ഇത് രണ്ടും അജ്ഞാനത്തിലെ ദൃഷ്ടിയാണ്. ഇതിന് പരിഹാരമൊന്നുമില്ല. ഇതുപോലെ ഞങ്ങളുടെ വീടെടുത്താൽ ചിലർക്കിതറിയും, ഇതെല്ലാം ശരിയാണ്, എല്ലാം തെറ്റാണ്. അത്രയൊരു മാത്തമാറ്റിക്സായി. എല്ലാം ശരി ഈസ് ഈക്വൽ ടു എല്ലാം തെറ്റ്. ഈ മാത്തമാറ്റിക്സ് മനസ്സിലാവില്ല. മനസ്സിലായില്ല? ഇത് മനസ്സിലായി കിട്ടിയാലല്ലേ പോയി. ആപേക്ഷികം പോലും ഇല്ല. എല്ലാം ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായി ചേർന്നാൽ ഉണ്ടാകാൻ വയ്യാത്ത കുണ്ടാമാണ്ടികളൊന്നുമില്ല. കുണ്ടാമാണ്ടിക്ക് പകരം പദം അറിയാൻ മേലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മലയാളത്തിൽ വേറൊരു പദം എനിക്ക് നല്ല നിശ്ചയം പോരാ, എൻ്റെ അറിവ് കുറവുകൊണ്ടാണ്. ലോകത്തിലെ സകല കുണ്ടാമാണ്ടികളും ഒരിടത്ത് വെറുതെ ഇരുന്നുണ്ടാക്കും. ഉണ്ടാക്കിക്കഴിഞ്ഞതിൻ്റെ ഉത്തരദായിത്വം ഭാര്യയിൽ, മക്കളിൽ, നാട്ടുകാരിൽ, പ്രകൃതിയിൽ, കാറ്റിൽ, വെയിലിൽ, മഴയിൽ ഒക്കെ ഏൽപ്പിക്കും. ഒരിക്കലും സമ്മതിക്കില്ല ഞാനിരുന്ന് വെറുതെ ഉണ്ടാക്കിയതാണ്. ഇത് അച്ഛൻ്റെ കുറ്റമാണ്, അമ്മയുടെ കുറ്റമാണ്, നാട്ടുകാരുടെ കുറ്റമാണ്, ഭാര്യയുടെ കുറ്റമാണ്. എൻ്റെ അല്ല. എൻ്റെ എന്ന് പറയുന്നത് ശുദ്ധമായ മുക്തമായ ആത്മാവ് കുറ്റമില്ലാത്തതായി ആ സമയത്ത് നിൽക്കുകയും ബാക്കിയുള്ളവരിൽ അധ്യസിച്ച് കുറ്റം അവിടെയായിത്തീരുകയും ചെയ്യുന്ന ദൃശ്യത്തിൽ കുറ്റവും ദൃക്കിൽ കുറ്റമില്ലായ്മയുമെന്ന ഭാവം സദാ സർവദാ നിലനിർത്തും. എന്നാൽ കുറ്റവും കുറവും നന്മയും തിന്മയും എല്ലാം ഒന്നായുറഞ്ഞ് ഈ ബോധത്തിൻ്റെ അജ്ഞാനവും വിജ്ഞാനവുമെന്ന രണ്ട് ദശകളാണ് എന്നറിഞ്ഞാൽ അഹങ്കാരം ലവലേശമില്ലാതെ തഴും. നോക്കാമോ? ആത്മാവിലില്ലയൊരഹംകൃതി യോഗി പോലെ താൻ മായയാൽ വിവിധമായി വിവരിച്ചിടുന്നു. യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായ വ്യൂഹം ധരിച്ചു വിഹരിച്ചിടുമിങ്ങു യോഗി. ആത്മാവിലില്ലയൊരഹംകൃതി യോഗി പോലെ താൻ
മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു. യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതകായ വ്യൂഹം ധരിച്ചു വിഹരിച്ചിടുമിങ്ങു യോഗി. അതുപോലെയായി ഈ ലോകം നടക്കുന്നത്. യോഗിക്ക് കായവ്യൂഹം എന്നൊരു കഴിവുണ്ട്. അത് പ്രകടമായി കാണുന്ന പുരാണം ഭാഗവതമാണ്. ഭാഗവതത്തിൽ ഒരു യോഗിയുടെ കായവ്യൂഹം അവതരിപ്പിക്കുന്നുണ്ട്. ആരാ? ഭാഗവതം തന്നെ ശരിയായ അർത്ഥത്തിൽ ആ കായവ്യൂഹ രചനയിൽ എത്തിച്ച് നിങ്ങൾക്ക് ആനന്ദം തരുന്നതാണ്. രസോ വൈസഹ എന്ന പ്രമാണത്തിൽ ഒരു കായവ്യൂഹത്തെ ഭാഗവതം അവതരിപ്പിക്കുന്നു. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. മായാവിയും മഹായോഗിയുമായ കൃഷ്ണൻ രാസമാടുന്നത് കായവ്യൂഹം ധരിച്ചാണ്. രാസക്രീഡ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിലെത്ര ഗോപാംഗനമാർ പങ്കെടുത്തുവോ അത്രയും കൃഷ്ണനുണ്ട്. അല്ല, ഒരു കൃഷ്ണനല്ല. ആ പ്രക്രിയയ്ക്കാണ് കായവ്യൂഹം എന്ന് പറയുന്നത്. യോഗിക്ക് പലതാകാൻ കഴിയുക. ലക്ഷോപലക്ഷം വരുന്ന ഗോപാംഗനമാരിൽ ഓരോരുത്തരോടും ചെന്ന് ചോദിച്ചാൽ അവരോടൊക്കെ ഒപ്പം കൃഷ്ണൻ രാസമാടി. ആ ആനന്ദ നൃത്തത്തിൽ കൃഷ്ണൻ അനേകമായി യോഗികൾക്ക് പറ്റുന്നതാണ്. അനേകം രൂപം ധരിക്കുക. ഒരിടത്തിരുന്ന് താൻ ധരിച്ച രൂപങ്ങളെയും ആ രൂപങ്ങളോടൊപ്പം ആടിയതിനെയും കണ്ടുകൊണ്ടിരിക്കുക. ഭാവാത്മകമായി ഇത് നിങ്ങൾക്കും പറ്റും. രൂപാത്മകമായി ഇപ്പം പറ്റില്ല. അതിന് പഞ്ചകോശ വിവരണങ്ങളെ മാറ്റിമറിക്കുന്ന, ഒപ്പം പഞ്ചഭൂതങ്ങളെ ഭാവനാത്മകമായി സൃഷ്ടിക്കുന്ന കഴിവ് നേടാം. അത് യോഗത്തിൻ്റെ സൂക്ഷ്മബുദ്ധിയിൽ കിട്ടുന്നതാണ്. ഇവിടെ കൃഷ്ണൻ അനേകമായി ആ കായവിദ്യയൊക്കെ അറിയാവുന്ന, കായവ്യൂഹ രചനയൊക്കെ അറിയാവുന്ന ആളുകൾ അങ്ങനെ പലതാവും. പലയിടത്തവരെ കണ്ടതായിട്ടൊക്കെ കഥകളുണ്ടാവും. ബാക്കിയുള്ളവരത് ഭ്രാന്തിയാണെന്ന് പറയും. അത് യോഗ പരിശീലനത്തിൻ്റെ ഒരു ഘട്ടമാണ് പഠിക്കുന്നവനെ സംബന്ധിച്ച്. കൃഷ്ണനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് സ്വായത്ത സിദ്ധിയാണ്. ഇപ്പൊ കായവ്യൂഹം, അനേകം ശരീരങ്ങൾ. അതുകൊണ്ടാണ് മഹാമഹർഷിയായ മാർക്കണ്ഡേയനും മഹജ്ജന്മം നേടി വന്ന യശോദയും ഒരുപോലെ ഭഗവത് വിഭൂതി കണ്ടത്. മാർക്കണ്ഡേയൻ ആലിലയിലാണ് കണ്ടത്. യശോദമയ്യ കണ്ടത് കണ്ണന്റെ നാവിലാണ്. മനസ്സിലായില്ല. മണ്ണ് തിന്നു എന്ന് പറഞ്ഞാണ് യശോദാമയ്യ വാതുറക്കാൻ പറഞ്ഞത്. വടിയൊക്കെ എടുത്ത് വാതുറക്കാൻ പറഞ്ഞപ്പോൾ വാതുറന്ന് കാണിച്ചു. 14 ലോകങ്ങൾ, അതിൽ ഭൂലോകം. ഭൂലോകത്തിൽ അമ്പാടി, എവിടെയാ? അമ്പാടി അല്ലേ? അമ്പാടിയിൽ
പാല് ചുമക്കുന്ന ഗോപികമാരും പശുക്കളും, അതിനിടയിൽ നന്ദവസതിയും, ആ വസതിയിൽ യശോദയും, യശോദ കടയുന്ന തൈരും, അതിൻ്റെ മുമ്പിൽ വെണ്ണകെട്ട് നിന്ന കണ്ണനും, ആ കണ്ണൻ മണ്ണ് തിന്നു എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ വടിയുമായി നിൽക്കുന്ന യശോദയും വാവിളർന്നു നിൽക്കുന്ന കണ്ണനും, ആ വായിൽ വീണ്ടും ഇതെല്ലാം കാണുന്ന യശോദയുമായി അനന്ത പരമ്പര കണ്ട് യശോദ മോഹിച്ചുപോയി. വെറും കാഴ്ചയല്ലത്. ഇത് പറഞ്ഞു ഫലിപ്പിക്കാനും ഇത് കേട്ട് മനസ്സിലാക്കാനും ഈ ബുദ്ധിയൊന്നും പോരാ, ഈ ജന്മം പോരാ. ഉണ്ടായി മറയുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുകയും ഇല്ലാത്ത ഈ ജഗത്തിനെ ജഗത്താണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നവൻ ചെന്ന് പഠിച്ചാൽ പഠിക്കാവുന്ന, മറ്റേ ചന്ദ്രക്കാരൻ ചോദിച്ച പോലെ ഈ തിരുവിതാംകൂട് ഭരിച്ചാൽ വരുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ പോലെ പഠിച്ചാൽ പടുമോ എന്ന് നോക്കട്ടെ എന്ന് പറയേണ്ട ഒന്നല്ല ഈ സാധനം. ദിവ്യാനുഗ്രഹത്തിൻ്റെ, ഈശ്വരാനന്ദത്തിൻ്റെ അനിർവചനീയ നിമിഷങ്ങളിലേക്ക് മാനവബുദ്ധി എടുത്തെറിയപ്പെടുമ്പോൾ, ബുദ്ധിയിൽ ശരണാഗതി വരുമ്പോൾ, ബുദ്ധൗ ശരണമന്വിച്ച, എവിടെയാ ഭഗവത്ഗീത. ബുദ്ധിയിൽ ശരണം പ്രാപിക്കുക. ആരാ ബുദ്ധി? ആരാ ബുദ്ധി? സാരഥിം ബുദ്ധി. ആരാ സാരഥി? കൃഷ്ണൻ. ബുദ്ധിയെ ശരണം പ്രാപിക്കുക എന്ന് അർജുനനോട് പറഞ്ഞെങ്കിൽ നിന്റെ സാരഥി ബുദ്ധിയാണ്, അതിനെ ശരണം പ്രാപിക്കുക. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഇങ്ങനെ പഠിക്കണം. അല്ലാതെ അത് കേട്ടിട്ട് നമ്മുടെ ഈ കൊനസ്റ്റ് ബുദ്ധിയെ ശരണം പ്രാപിക്കാൻ ഗീത പറഞ്ഞു എന്നും പറഞ്ഞ് പിന്നെ അതിനെ ശരണം പ്രാപിച്ച് ജീവിതം മുഴുവൻ പുഴുക്കുത്തുള്ളതാക്കരുത്. ഇത് വളരെ ക്ലിയർ ആയിട്ടാ പറഞ്ഞേ. ബുദ്ധൗ ശരണം അന്വിച്ച. എല്ലാവർക്കും മനസ്സിലാകാനല്ല, സമ്പ്രസാദ വിദ്യയുടെ പാരമ്പര്യമുള്ളവന് മനസ്സിലാകാൻ. അല്ലാത്തവൻ സ്വന്തം ബുദ്ധിയെ ശരണം പ്രാപിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെയൊക്കെ നിഷേധിച്ച് സ്വന്തം ബുദ്ധിയെയും ശരണം പ്രാപിച്ച് ഒരു ജന്മം പാഴാക്കും. ബുദ്ധൗ ശരണമന്വിച്ച ബുദ്ധിം തു സാരഥിം വിധിം. ഇതിന് പരമഭാഗവതനാവണം, ഭഗവാന്റെ പരമഭക്തനാവണം. അങ്ങനെ ആവുമ്പോൾ മനസ്സിലാവും. അപ്പൊ അഹങ്കാരമൊക്കെ അങ്ങ് പോകും. ആത്മാവിൽ ഒരഹം കൃതിയില്ല. യോഗി പോലെ താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു. ഒരേ ബോധമാണ് പലതായി വിഹരിക്കുന്നത് യോഗിയെപ്പോലെ. ഈ യോഗി യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ച് ഇങ്ങ് വിഹരിച്ചിടും. കൃത്യമായി ചുമ്മാ നിരത്തി എഴുതി വെച്ചിട്ടേ ഉള്ളൂ, ഒരുപാട് പണിയൊന്നുമില്ല. ആത്മാവിൽ ഒരഹംകൃതിയില്ല. യോഗി പോലെ താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു. ആ യോഗി യോഗസ്ഥനായി തൻ്റെ നിലയിൽ നിന്ന് ഇളകാതെ കായവ്യൂഹം ധരിച്ച് പലതായി തീർന്ന് ഇങ്ങ് വിഹരിച്ചിടും എന്നാണ്
താല്പര്യം. എന്തുമായി ഭാസിക്കുന്ന, പ്രകാശിക്കുന്ന സകലതുമായി, ഈ ജഗത്തിലെ എന്തുമായി ഭാസിക്കുന്ന അറിവ് ആകുന്ന, എൻ്റെ ബോധത്തിൽ ഉൽപ്പന്നമായി ബോധത്തിൽ നിലനിന്ന് ബോധത്തിൽ ലയിക്കുന്ന അറിവാകുന്ന ആത്മസത്യത്തിൽ കർത്തൃത്വവും ഭോക്തൃത്വവും വന്ന് ഞാൻ അറിയുന്നവനാണ്, ഞാൻ അറിവാണ്, എൻ്റേതാണ് ഈ വിഷയങ്ങൾ, ഞാനിതിൻ്റെ കർത്താവാകുന്നു, ഞാൻ ഉണ്ടാക്കിയതായത്. ആരാ എന്ന് ചോദിച്ചു നോക്കി, നിങ്ങൾ തമ്മിൽ ഒന്ന് ചോദിച്ചേ, ആരാ? അജ്ഞാനം അതിൻ്റെ ഘനീഭവിച്ച നിലയിൽ എഞ്ചിനീയറാ, ഡോക്ടറാ, ഇവിടുത്തെ പ്രസിഡന്റാ, സെക്രട്ടറിയാ. ഇതെല്ലാം കായവ്യൂഹം ധരിച്ച യോഗി പോലെ കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതുമായി താതാത്മ്യം പ്രാപിച്ച് കർത്താവും ഭോക്താവുമാണെന്ന് വിചാരിച്ച് അതിലൂടെ അങ്ങ് വളർന്ന് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ പ്രസിഡന്റ് ആയില്ലെങ്കിൽ, ഇതൊന്ന് പൊളിച്ചടുക്കിയില്ലെങ്കിൽ സമാധാനം വരില്ല. ലോകത്തുള്ള എല്ലാ പൂർവ പ്രസിഡന്റന്മാരും സെക്രട്ടറിമാരും ഖജാൻജിമാരും വൈസ് പ്രസിഡന്റുമാരും പൂർവ തലത്തിൽ വന്നിരിക്കുന്നവരെല്ലാം എല്ലാ സ്ഥാപനത്തിലും അവരവരിരുന്ന ആ സ്ഥാപനത്തിൻ്റെ പിന്നീടുള്ള ശത്രുക്കളാണ്. Am I right? Am I right? Am I right? എന്താ പേടിച്ചിട്ടാണോ പതുക്കെ പറയും? കാരണം നിങ്ങൾക്കെല്ലാം സ്വീകരിക്കാനറിയാം, വിടാനറിയില്ല. ലോകത്തിൽ പഠിക്കേണ്ടത് വിടാനാണ്. ചെടികളൊക്കെ നോക്കിയാൽ ഇലയൊക്കെ വരുന്നതിനേക്കാൾ ഭംഗിയായാണ് വലിയ വടുവില്ലാതെ പൊഴിഞ്ഞു പോകുന്നത്. കൊഴിഞ്ഞുപോകലാണ് അറിവ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ചെന്നുചേരലാണ് അറിവ്. ചേരുന്നത് അറിവല്ല, ബന്ധമാണ്, അജ്ഞാനമാണ്. കൊഴിയുമ്പോൾ ദുഃഖവും കൊഴിയുമ്പോൾ വേദനയും, കൊഴിഞ്ഞിടത്ത് നിങ്ങൾക്ക് പുതിയ വിശ്വവും സംഭവിക്കുന്നുവെങ്കിൽ അചിരേണ ജന്മങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. കൊഴിയാൻ അറിയുന്നവനാണ്. ഏതൊരമ്മയ്ക്കാണ് മകൻ വിവാഹം കഴിച്ച് ഭാര്യ വരുമ്പോൾ അവൻ്റെ ഉത്തരദായിത്വങ്ങളിൽ നിന്ന് നിർലേപം ഒഴിഞ്ഞു നിന്ന് കാണാൻ കഴിയുന്നത് അവൾ അമ്മയാണ്. ഏതൊരുവൾക്കാണ് മകൻ്റെ ഭാര്യ വരുമ്പോൾ കൊഴിയാൻ അറിയാത്തത്, അവൾ മകൻ്റെ ഭാര്യയായി ജനിക്കേണ്ടി വരും. അത് ദുരന്തമാണ്. കാരണം അവളിലെ ഭാര്യയാണ് മകൻ്റെ ഭാര്യയോട് മത്സരിക്കുന്നത്, അമ്മയല്ല. എന്താ ഒരു വല്ലാത്ത നിശബ്ദത? മരണവും ജനനവും ഘനീഭവിച്ചു നിൽക്കുന്ന ഒരു നിശബ്ദത. ഞാൻ പറഞ്ഞത് തെറ്റാണോ? അതുകൊണ്ട് ചെറുപ്പത്തിലെ പഠിക്കേണ്ടത് കൊഴിയാനാണ്. ചേരാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ചേർന്നതൊക്കെ ബന്ധമാണ്.
അതുകൊണ്ട് ലോകത്ത് എവിടെ ചെന്നാലും ചേർച്ചയുടെ ലോകങ്ങളിൽ നിന്ന് കൊഴിയുമ്പോൾ അതീവ ദുഃഖമാണ്. ചിലർ കൊഴിയുമ്പോഴാണ് ഫ്രീ ആകുന്നത്. സമാനായി എന്നെക്കാൾ കൊള്ളാവുന്ന ഒരുത്തനെ ഇതൊക്കെ ഏൽപ്പിച്ചു, മനസമാനം നോക്കിക്കോളും. അപ്പോൾ സമാധാനത്തോടെ എല്ലാം ഏൽപ്പിക്കും. മറ്റത് മുഴുവൻ ഏൽപ്പിക്കുകയില്ല. കുറേ സാധനം ഏൽപ്പിക്കാതെ കിടക്കും, വീണ്ടും വിളിക്കണം. മനസ്സിലായി? ഞാൻ കൊടുക്കില്ല, കുറേ എൻ്റെ കയ്യിലുണ്ട്. ഇവനിനി പട്ടിയായോ പൂച്ചയായോ പാമ്പായോ ആ മാളത്തിലൊക്കെ ജനിച്ച് എത്ര നീച യോനികളിൽ ജനനവും മരണവും ഉണ്ടാക്കണം. തൻ്റെ ഉത്തരദായിത്വം പ്രകൃതിയോ അന്യരോ ഏറ്റെടുക്കാൻ തയ്യാറായി വരുമ്പോഴെല്ലാം കൈകൾ വിടർത്തി സകലതും ഏൽപ്പിച്ച് ഞാൻ സ്വതന്ത്രനായിരിക്കുന്നുവെന്ന് സ്വന്തം മനസാക്ഷിയോട് പറയാറാകുമ്പോഴാണ് ഗൃഹസ്ഥനായാലും ബ്രഹ്മചാരിയായാലും വാനപ്രസ്ഥനായാലും സന്യാസിയായാലും വിടുതൽ നേടുന്നത്. ആ വിടുതലിൽ വെച്ചാണ് ഗ്രന്ഥികൾ പൊട്ടുന്നത്. അല്ലെങ്കിൽ അവ രോഗങ്ങളും ദുഃഖങ്ങളും അവയുടെ പരമ്പരകളും ഉതിർത്തു നീങ്ങും. 1 മണിയായി. വൈശ്വാനരൻ അല്ലേ, അദ്ദേഹത്തെ ബഹുമാനിച്ചില്ല എന്ന് തോന്നണ്ട. അന്നം ബ്രഹ്മേതി വ്യജാനാത്, അന്നം ന നിന്ദ്യാത് തദ്വ്രതം, അന്നം ന പരിചക്ഷ്യേത, അന്നം ബഹുകുർവീത. അതുകൊണ്ട് അന്നകാലമായി. അതുകൊണ്ട് പോയി സന്തോഷത്തോടെ സ്നേഹത്തോടെ അല്പം പോലും അന്നത്തെ നിന്ദിക്കാതെ, അന്നം പ്രസാദമാണ്, അതുകൊണ്ട് പ്രകർഷേണ കഴിക്കേണ്ടതാണ്, ആനന്ദിക്കേണ്ടതാണ് എന്നറിഞ്ഞ് സന്തോഷപൂർവം കഴിച്ച് ഉച്ച കഴിഞ്ഞ് നമുക്ക്